ആത്മമണവാളൻ്റെ പ്രത്യക്ഷത ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. കഴിഞ്ഞ 2 രാത്രികളും നിങ്ങളോട് ദൈവത്തിൻ്റെ ദാസന്മാർ ആ നിത്യതയെക്കുറിച്ചുള്ള ആഴമായ സന്ദേശങ്ങൾ കൈമാറിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാളെ പകൽ നാളെ രാത്രി യോഗങ്ങളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിത്തെ യോഗത്തിൻ്റെ പ്രത്യേകത ഞാനോ മറ്റാരെങ്കിലുമോ ഇവിടെ വന്നതല്ല, നമ്മുടെ യേശു ഇവിടെ വന്നതാണ്. ആ സാന്നിധ്യം അനുഭവിക്കുന്നവരും മാത്രം മഹാരാജാവായ ധന്യനായ ഏകാധിപതിയായ സ്വർഗത്തേക്കാൾ ഉന്നതനായ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആ നാമത്തിന് തക്ക ബഹുമാനത്തോടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. ശക്തിയായിട്ട് ഒന്നുകൂടെ ഉറക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. ഇത് ബെന്തക്കോസ്തുകാരുടെ യോഗമാണ്. നമ്മൾ സ്തോത്രം പറയാൻ ലജ്ജിക്കണ്ട. സ്തോത്രം പറയാൻ വേണ്ടിയാണ് ഈ ഓഡിറ്റോറിയം നമ്മൾ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും മൗനമായിരിക്കരുത്. ഈ പാമ്പാടി ദേശം അറിയണം, ഇവിടെ വേർപെട്ട ദൈവമക്കളുടെ സെൻട്രൽ കൺവെൻഷൻ നടക്കുകയാണെന്ന് അറിയണം. അതറിയേണ്ടത് നിങ്ങളുടെ സ്തോത്ര സ്വരം കേട്ടാണ്. അതുകൊണ്ട് ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം എല്ലാവരും കൃപ ചെയ്യട്ടെ. വളരെ സുപരിചിതമായ ഒരു പഴയ നിയമ വാക്യം പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ അത് തുറന്ന് ധന്യനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ചിന്തയ്ക്ക് ആധാരമായി വായിക്കുകയും ആ വാക്യത്തിൻ്റെ ബലത്തിനായി ഉൽപ്പത്തി പുസ്തകം ഈ 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യവും കൂടെ വായിച്ച് സഹായിപ്പാൻ ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കും. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം കൂടെ. ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് വായിച്ച തിരുവഴുത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ഒരുമിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ആരും കണ്ണ് തുറന്ന് അലക്ഷ്യമായിരിക്കാതെ ദൈവത്തോളം ബഹുമാനമർഹിക്കുന്ന ഈ വചനത്തിൻ്റെ മുമ്പിൽ നമുക്കിന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കാം. എല്ലാ മുൻവിധികൾ മാറ്റിവെച്ച് ഇന്ന് രാത്രി കർത്താവേ, അടിയനോട് ദയയുണ്ടായി, അടിയനോട് ഈ രാത്രി ഒന്ന് സംസാരിക്കണമേ. നിൻ്റെ ശബ്ദം കേട്ട് ബലപ്പെട്ട് മടങ്ങുവാൻ ഇന്ന് രാത്രി എനിക്ക് കൃപ തരണേ എന്ന് എല്ലാവരും ദൈവത്തോട് പരമാർത്ഥതയോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ ആരെക്കുറിച്ച് പ്രസംഗിക്കുന്നു എന്നുള്ളതിനാണ് പ്രസക്തി. ഇന്ന് രാത്രി നമുക്ക് മറ്റാരെയും ഇവിടെ ഉയർത്താനില്ല. ഉയർത്താനുള്ളത് ഒരേ ഒരു നാമം, അത് നസറേയനായ യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിലാണ് വിടുതൽ, ആ നാമത്തിലാണ് സൗഖ്യം, ആ നാമത്തിലാണ് വഴികൾ തുറക്കുന്നത്, ആ നാമത്തിലാണ് നമ്മുടെ നിത്യമായ രക്ഷ ഒരുക്കപ്പെടുന്നത്. ഇന്ന് രാത്രി ആ നാമത്തിൻ്റെ ശക്തി ഈ പന്തലിൽ വെളിപ്പെടുവാൻ ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കർത്താവേ, നിന്റെ ദാസന്മാർ കഴിഞ്ഞ ചില ദീർഘവർഷങ്ങളായി മുടങ്ങാതെ പിതാക്കന്മാർ അടിസ്ഥാനമിട്ട ഈ കാനം സെൻറ്ററിനെ ചിട്ടയോടും ശക്തിയോടും ആഴമായ ദൈവകൃപയോടും നടത്തി ഈ രാത്രി വരെ കൊണ്ടുവന്നല്ലോ കർത്താവേ. ഇന്ന് രാത്രിയിൽ
ഇന്നലകളിൽ ഇടപെട്ട അതേ കർത്താവ് അതേ ആത്മശക്തിയോട് നിന്റെ ജനത്തിൻ്റെ മധ്യേ ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദുരാത്മ മണ്ഡലങ്ങൾ ഈ രാത്രി അടയപ്പെടട്ടെ. ദൈവാത്മ മണ്ഡലങ്ങൾ ഈ രാത്രി തുറക്കപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ വ്യാപ്തിയെ തടയുന്ന എല്ലാ പൈശാചിക മേഖലകളെ, ഇരുട്ടിൻ്റെ മറപറ്റി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുകയാണ്. ദൂതസഞ്ചയങ്ങളുടെ കാവൽ ഞങ്ങൾ ഇരുത്തണമേ കർത്താവേ. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അങ്ങയുടെ നാമത്തിൽ ഈ ശബ്ദപരിധിയിൽ നിറവേറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ സന്തോഷത്തോടെ നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാമല്ലോ. പണ്ടൊക്കെ നമുക്ക് നല്ല ശബ്ദമായിരുന്നു. നമുക്കൊരു ചെറിയ കുഴപ്പം പറ്റിയത്, നമ്മളെ ഇങ്ങനെ ആരൊക്കെയോ പഠിപ്പിച്ചു, പ്രസംഗകരോ പാട്ടുകാരോ ആരൊക്കെയോ പഠിപ്പിച്ചു. ഞങ്ങൾ ഉറക്കെ പറയുമ്പോൾ മാത്രമേ നിങ്ങൾ ഉറക്കെ ഹല്ലേലൂയ പറയാവുള്ളെന്ന് പഠിപ്പിച്ച് വെച്ചതുകൊണ്ടാണ് നമ്മൾ ഉറക്കെ പറയാത്ത. ആ ശീലമൊന്ന് മാറ്റിയിട്ട് പണ്ടൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നല്ല ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ച്. ഒത്തില്ല, ഒന്നുകൂടെ നന്നായിട്ട്, ഒന്നുകൂടെ ശക്തിയോടെ. പിന്നെ നമ്മൾ വിചാരിച്ചാൽ ഇന്ന് രാത്രിയിൽ നന്നായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. നമ്മുടെ അലസതയൊക്കെ ഒന്ന് മാറി, ആ നാവിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിഞ്ഞ്, ആ കോവിഡ് വന്നപ്പോൾ അടഞ്ഞു പോയതിൻ്റെ തൊണ്ടയെല്ലാം ഒന്ന് തുറന്ന് ഇന്ന് രാത്രി ദൈവത്തെ പരമാർത്ഥതയോടെ സ്തുതിച്ചാൽ നിൻ്റെ ജീവിതത്തിൻ്റെ കെട്ടെല്ലാം ഈ രാത്രി അഴിയും. നിന്നെക്കൊണ്ട് സ്തുതിപ്പിക്കാതിരിക്കുന്ന പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. ഈ രാത്രി ആ തന്ത്രങ്ങളെ അഴിച്ചിട്ട് ദൈവജനമാ കരമൊന്ന് ചേർത്തടിച്ച് അഭിഷേകം പ്രാപിച്ച ബെന്തിക്കോസുകാരകത്തുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ഓ അന്യഭാഷയിൽ ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ 40 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 40 വർഷവും കർത്താവിൻ്റെ ശബ്ദത്തിന് കുഴപ്പം വരുത്താതെ ഇന്ന് രാത്രി വരെ നിർത്താൻ കാരണം, എനിക്ക് ഇന്ന വേദിയെന്നോ ഇന്ന സദസ്സെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ തന്ന ശബ്ദത്തിൽ ഞാൻ ദൈവത്തെ 40 വർഷമായി സ്തുതിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു നന്മയും എനിക്കിപ്പം വരെ മുടങ്ങിയിട്ടില്ല. ഞാൻ ചോദിച്ചതിനേക്കാളും ഞാൻ നനച്ചതിനേക്കാളൊക്കെ അത്യന്തം പരമായി ദൈവം എന്നെ നടത്തുക. അതിൻ്റെ ഏക യോഗ്യത ഞാൻ ലഭിച്ചപ്പോഴൊക്കെ, അത് ലാലുവിനറിയാം, ഞങ്ങൾ ഒന്നിച്ച് പല രാജ്യങ്ങളിൽ പോയി, രാജ്യം മാറിയാലും എൻ്റെ സ്വരത്തിന് വ്യത്യാസമൊന്നുമില്ല. അവിടെ എല്ലാം ഞാൻ പരമാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രി ലജ്ജിക്കരുത്. നീ ലജ്ജ കൂടാതെ ദൈവത്തെ സ്തുതിച്ചോ, നിൻ്റെ സ്ഥിതി ദൈവം അങ്ങ് മാറ്റും. നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റും, നിൻ്റെ തലമുറയുടെ സ്ഥിതി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആരാധിക്കാൻ നീ സോമനസാലെ എപ്പോൾ തയ്യാറാകുമോ അപ്പോൾ നിൻ്റെ കൂടാരത്തിനകത്ത് അവൻ്റെ മഹത്വം ഇറങ്ങും. വിശ്വസിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നെയ്യാറ്റിൻകര, വെള്ളിയാഴ്ച ഞാൻ ശൂരനാട്, ശനിയാഴ്ച ഞാൻ കൊട്ടാരക്കര, ഞായറാഴ്ച ഞാൻ കൊല്ലത്തിനടുത്ത് കുണ്ട്രയ്ക്കോട് ചേർന്നുള്ള മുളവന, അതിൻ്റെ അടുത്ത ദിവസം ഞാൻ തൃശ്ശൂർ, ഇന്നലെ ബാംഗ്ലൂർ. ഇങ്ങനെയെല്ലാം യാത്ര ചെയ്യുക. പ്രായം അതിനനുവദിക്കുന്നൊന്നുമില്ല. ശരീരം എന്നോട് പറയുന്നുണ്ട് സൂക്ഷിക്കാൻ, പക്ഷേ ആത്മാവ് പറയുന്നുണ്ട് ഒന്നും നോക്കണ്ട, ഉള്ള സമയം. നാട്ടുകാർ നിർബന്ധിച്ച് മൂക്കിനകത്ത് പഞ്ഞി വെക്കുന്നതിന് മുമ്പേ, എൻ്റെ സമ്മതം കൂടാതെ എൻ്റെ കണ്ണ് വലിച്ചടയ്ക്കുന്നതിന് മുമ്പേ, ഉള്ള സമയത്ത് ഓടിക്കോളാൻ പറഞ്ഞുകൊണ്ട്
ഞാനിങ്ങനെ അങ്ങ് ഓടുകയാ. ഇന്ന് രാത്രി വരെ ഒരു ക്ഷീണവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കാതെ ഈ രാത്രി മുഴുവലത്തോടെ അഭിഷക്തന്മാരുൾപ്പെടെ ഈ രാത്രി ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ നമ്മുടെ കൺവെൻഷനിൽ ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. എബ്രായ ലേഖനം 11-ാം അധ്യായം 21-ാമത്തെ വാക്യം. വിശ്വാസത്താൽ യാക്കോബ് തൻ്റെ മരണകാലത്തിങ്കൽ യോസേപ്പിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ആരാധിക്കുകയും ചെയ്തു. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് ആരാധിച്ചു. ഉൽപ്പത്തി 32:10 വായിച്ചത്, ഒരു വടിയോടുകൂടി മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സമയമെടുത്ത് വിശദീകരിക്കപ്പെടേണ്ട ഒരു വേദഭാഗമാണ്. ധന്യനായ പൗലോസ് ലീഗ് നമുക്ക് അതിപ്രധാനപ്പെട്ട ശക്തമേറിയ 14 ലേഖനങ്ങൾ നൽകി. 10 ലേഖനങ്ങൾ സഭയ്ക്കായിട്ടും 4 ലേഖനങ്ങൾ വ്യക്തികൾക്കായിട്ടും എഴുതി തന്നു. അതിൽ പ്രമട്രസ് വെക്കാതെ, പൗലോസാണ് എഴുതിയത് എന്നുള്ള പ്രമട്രസ് വെക്കാതെയുള്ള എബ്രായ സഭയ്ക്ക് എഴുതിയ അതിശക്തമായ ലേഖനമാണ് എബ്രായ ലേഖനം. വേദപഠിതാക്കളുടെ ഇടയിൽ പൗലോസാണ് എഴുതിയതെന്നും അല്ല എന്നും വാദിക്കുന്ന, തെളിയിക്കുന്ന ധാരാളം പേരുണ്ട്. ആരെങ്കിലും എഴുതട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഭക്തന്റെ എഴുത്തിൻ്റെ ഏക ലക്ഷ്യം ഈ ആരാധിക്കുന്ന യേശു, നിങ്ങളെ കൊണ്ട് ഞാൻ നിർബന്ധിച്ചാണെങ്കിലും 2 ഹല്ലേലൂയ പറയിപ്പിച്ച അത് സ്വീകരിക്കുന്ന യേശു സകലത്തെക്കാളും ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠനായിട്ടൊരുത്തനുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. സ്വർഗാദി സ്വർഗങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തനുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. ആരാധിക്കുന്ന ദൂതസഞ്ചയങ്ങളെക്കാൾ ശ്രേഷ്ഠനായ ഒരുത്തനുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. ലോകം കണ്ട സകല പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ, എല്ലാം എൻ്റെ യേശുവാണ്. ഇന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നതും ശ്രേഷ്ഠനായ യേശുവ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠനായ യേശുവിനെ ആരാധിക്കുന്ന എബ്രായ സഭയ്ക്ക് നമുക്കുള്ളതുപോലെ കുറേ പരാജയങ്ങൾ ഉണ്ടായി. ആ പരാജയങ്ങളിലെ ഏറ്റവും വലിയ പരാജയങ്ങൾ പൗലോസ് എടുത്തെഴുതി 22 കൂട്ടം പിന്മാറ്റങ്ങൾ അവർക്കുണ്ടായി. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ ഇന്ന് രാത്രി സമയമില്ല. അവരുടെ ഒന്നാമത്തെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ, കേൾക്കുമ്പോൾ ഇങ്ങനെ ഉപദേശി പറഞ്ഞു ഒരു ഹല്ലേലൂയ പറഞ്ഞാലും കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊണ്ടില്ല. സ്തോത്രം. അതുകൊണ്ട് യോഗം കഴിയുന്നതിന് മുമ്പേ വല്ലപ്പോഴും ആ കേട്ടതല്ല അങ്ങ് വാക്ക് നിങ്ങൾ പറ, കേട്ടത് വല്ലപ്പോഴും ഒഴുകിപ്പോയി. മഴയൊന്നും വേണമെന്നില്ല, വെള്ളപ്പൊക്കവും വേണ്ട. കേട്ടപ്പോൾ ഭയങ്കര ഗ്ലോറിയെല്ലാം പറഞ്ഞ് കൈയടിച്ചതാ. പക്ഷെ യോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തുവാ പ്രസംഗിച്ചതെന്ന് അറിയത്തില്ല. വല്ലപ്പോഴും നിങ്ങളുടെ കാര്യമല്ല, എബ്രായ സഭയുടെ കാര്യമാണ്. സ്തോത്രം. 2 അവർക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം, ഇത്ര വലിയ രക്ഷ അവരഗണ്യമാക്കി കളഞ്ഞു. ഇന്ന് രാത്രി സ്തുതിക്കാൻ മടിച്ച എന്നാന്നറിയാമോ? രക്ഷ അറിയാത്ത കൊണ്ടാ, രക്ഷയുടെ വില മറന്നുകൊണ്ടാ. നിന്റെ രക്ഷയുടെ വില ഒരു നിമിഷം ഓർത്താൽ നീ ചുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം ഹോളില്ലാത്തതല്ല, AC റൂമില്ലാത്തതല്ല, OP സംവിധാനമില്ലാത്തതല്ല, നല്ല സൂട്ടും കോട്ടും ഇട്ട് ഉപദേശിമാരില്ലാത്തതല്ല, ഡോക്ടറേറ്റ് ഉള്ളവരില്ലാഞ്ഞിട്ടല്ല. ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം സഭ രക്ഷ മറന്നുപോയി. ഹല്ലേലൂയ. പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിത്യമരണത്തിനായി വിധിക്കപ്പെട്ട നിന്നെ കാൽവറിയിൽ ഒഴുകിയിറങ്ങിയ രക്തത്താൽ രക്ഷിച്ച് നിത്യ
സ്വർഗമൊരുക്കിയ ആ വലിയ രക്ഷ നീ അഗണ്യമാക്കിയത് കൊണ്ടാ ദൈവത്തോട് സ്നേഹം കുറഞ്ഞത്. ഇതിനകത്ത് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരൊക്കെ ആ സന്തോഷത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. തീർന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി എബ്രായ ലേഖനം. അവരെ ശുദ്ധീകരിച്ച യേശുവിന്റെ രക്തത്തെ അവര് മലിനമെന്നെണ്ണി. എല്ലാരും ഇവിടെ ഉണ്ടോ? രക്തത്തെ അവരെ വീണ്ടെടുത്ത് യേശുവിനെ അവര് ചവിട്ടിക്കളഞ്ഞു. എന്തിനേറെ അവര് സഭായോഗം ഉപേക്ഷയായി വിചാരിച്ചു. കാരണം ലൈവ് ഉള്ളതുകൊണ്ട് വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, പറ, കാണാം. അപ്പൊ എന്ത് ഉപേക്ഷയായി വിചാരിച്ചു? ഇതെല്ലാം നമ്മുടെ കാന സെന്ററിന്റെ കാര്യമാണ്, തെറ്റിദ്ധരിക്കല്ലേ. എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതാനുള്ള കാരണം അവര് കൂടെ കൂടെ സഭായോഗം എന്ത് ചെയ്തു? ഉപേക്ഷയായിട്ട്. ഇങ്ങനെ അവർ ദൈവത്തിൻ്റെ രക്ഷയെ അഗണ്യമാക്കി. 22 പിന്മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ശ്രേഷ്ഠനായി യേശുവിനെ വെളിപ്പെടുത്തിയിട്ട് ഇവരെന്ന് ഉറപ്പിക്കാൻ പഴയ നിയമകാലത്ത് വിശ്വാസ കണ്ണുകളിൽ യേശുവിനെ കണ്ടിട്ട് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി നിത്യതയിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ ഒരു പട്ടിക ലേഖനകർത്താവ് തയ്യാറാക്കി. സ്തോത്രം. ആരാധനയ്ക്ക് പോയ വയലിൽ വെച്ച് ചേട്ടൻ കൊന്ന ഹാബേലി തുടങ്ങി. ദൈവത്തോട് കൂടെ 300 വർഷം നടന്നിട്ട് എടുത്തുകൊണ്ടപ്പെടുന്ന കാണാതെയായ ഹാനോക്കി തുടങ്ങി. ന്യായവിധിയുടെ തകർച്ചയിൽ ലോകം മുഴുവൻ മുടിഞ്ഞപ്പോൾ മുടിയാതൊരു കുടുംബത്തെ പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ച നോഗ തുടങ്ങി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ തുടങ്ങി, ഇസഹാക്കിൽ തുടങ്ങി, യാക്കോബിൽ തുടങ്ങി, ആ മോശയിൽ തുടങ്ങി, വിശുദ്ധന്മാരുടെ ഒരു പട്ടിക. നിങ്ങൾ പരാജയപ്പെട്ടാലും ഇന്നലകളിൽ പരാജയപ്പെടാത്ത കുറെ പിതാക്കന്മാരുണ്ടായിരുന്നു എന്നെഴുതിയ ലേഖനം കരമടിച്ച് ഇന്നത്തെ ദൈവത്തെ സ്തുതിക്കണമേ. ഇന്നത്തെ പല വിശുദ്ധന്മാർ പരാജയപ്പെട്ടപ്പോൾ ഇന്നലകളിൽ പരാജയപ്പെടാ കുറെ വിശുദ്ധന്മാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അമ്പരചുംബിയായ കൊട്ടാരം പണിത് 700 വെപ്പാട്ടികളും 300 കുലീനയായ ഭാര്യമാരും ഉള്ളവന്റെ പേരെഴുതിയില്ല. നിങ്ങൾ മിണ്ടുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അമ്പരചുംബിയായ ദേവാലയം പണിതവന്റെ പേരെഴുതിയില്ല. പക്ഷെ കൂടെ നടന്നവന്റെ പേരെഴുതി. ഇന്ന് രാത്രി ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ആ പേരിനകത്ത് വിശ്വാസവീരന്മാരുടെ താരത്തെ ലൈനിൽ നിന്റെ പേരും ഉണ്ടെന്ന് ഉറപ്പാക്കാതെ നീ ഓഡിറ്റോറിയം വിട്ടു പോകരുത്. ഏറ്റെടുക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. വിശുദ്ധന്മാരുടെ ഗണത്തിൽ എന്റെ പേരുമുണ്ടെന്ന് ഇതിനകത്ത് ഉറപ്പുള്ള മാതാപിതാക്കൾ അല്ലെ സഹോദരി സഹോദരന്മാർ ആ കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ ഈ രാത്രി സ്തുതിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയരെ, മനുഷ്യോൽപത്തി മുതൽ ലോകോൽപത്തി മുതൽ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് വരെ ഏതാണ്ട് 2.5 സഹസ്രാബ്ദത്തെ ചരിത്രമാണ്. 2500 വർഷത്തെ ചരിത്രം. ലോകം എങ്ങനെ ഉളവാക്കി, ആ ലോകത്തിൽ മനുഷ്യന് പാർക്കാൻ കഴിയുന്ന ഏദൻ എങ്ങനെ ഉണ്ടാക്കി, ആ ഏദനിൽ പാർക്കാൻ മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കി, അവൻ എങ്ങനെ ജീവൻ കൊടുത്തു, അവൻ ഏകനായിരുന്നപ്പോൾ അവൻ എങ്ങനെ ഭാര്യയെ കൊടുത്തു, അവൻ എങ്ങനെ മക്കളുണ്ടായി, ആ വംശത്തെ എങ്ങനെ നശിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൂതന്മാരെ എങ്ങനെ ന്യായം വിധിച്ചു, പാപം ചെയ്ത മനുഷ്യനെ നോഗയുടെ കാലത്ത് എങ്ങനെ ന്യായം വിധിച്ചു, നോഗയ്ക്ക് ശേഷമുണ്ടായ തലമുറ സീനാർ ദേശത്ത്
കളിമണ്ണ് കൊണ്ട് ഇഷ്ടികയുണ്ടാക്കി ആകാശം മുട്ട ഉയരുന്ന ബാബേൽ ഗോപുരം പണിത നിമ്രോദിൽ വരെ 2500 വർഷത്തെ ചരിത്രം 11 അധ്യായത്തിൽ എഴുതി തിരശ്ശീലയിട്ട് ക്ലോസ് ചെയ്തു. അല്ലേ പറയണം. BC 1450 അബ്രഹാമിന്റെ 4ാം തലമുറക്കാരനായ മോശ എന്ന ഭക്തന് ഈ ചരിത്രമെല്ലാം സീനായി മലയിൽ ദൈവം ഇങ്ങനെ സ്ത്രീനെ കാണിക്കുന്നത് പോലെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, മോനെ എഴുതടാ എന്ന് പറഞ്ഞ് എഴുതിക്കുമ്പോൾ 11 അധ്യായത്തിൽ ആ ചരിത്രം തിരശ്ശീല വീണിട്ട് ലോക സംസ്കാരങ്ങളുടെ ഉറവിടമെന്നറിയപ്പെട്ട മെസൊപ്പൊട്ടോമിയയിൽ, ഇറാഖ് എന്നറിയപ്പെടുന്ന ബാബിലോണിൽ, മെസൊപ്പൊട്ടോമിയയിലെ ഏറ്റവും ഉന്നതമായ അന്നത്തെ മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്ന പ്രൈസ് ദി ലോർഡ് കൽദയരുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച ഊർ എന്ന പട്ടണത്തിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഇന്ന് രാത്രി കസാരയിൽ ഇരുന്നാലും ഇല്ലെങ്കിലും എവിടെയോ ഒറ്റപ്പെട്ട് നിൽക്കുന്നവനെ നോക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. ലോകത്തിൽ ആരും നിന്നെ കണ്ടില്ലെങ്കിലും പ്രസിഡന്റ് കാണണ്ട, വൈസ് പ്രസിഡന്റ് കാണണ്ട, സെൻട്രൽ പാസ്റ്റർ കാണണ്ട, കൺവെൻഷൻ പ്രാസികൻ കാണണ്ട, ജനറൽ പ്രസിഡന്റ് കാണണ്ട, പക്ഷെ നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി വീണാൽ ഇന്ന് രാത്രി നിന്നെ വിളിച്ചു വേർതിരിക്കുന്ന ഒരു അധികാരം നിന്നെ ഏൽപ്പിക്കുന്ന ഒരു സ്വർഗം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ ഈ രാത്രി ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങ് യൂഫ്രട്ടീസിന്റെ അക്കരെ വിഗ്രഹങ്ങളുടെ നടുവിൽ ഇതാണോ ദൈവം എന്ന് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിന് ദൃഷ്ടി വീണു. ആ മനുഷ്യന്റെ ചരിത്രമാ ഉൽപ്പത്തി 12 മുതൽ വെളിപ്പാട് 22 വരെ. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. അതുകൊണ്ട് തമ്പുരാൻ പുതിയ നിയമം എഴുതുമ്പോൾ മത്തായിയോട് പറഞ്ഞു, എഴുതുന്നതൊക്കെ കൊള്ളാം, ആദാമിന്റെ മകനായ, നോഗയുടെ മകനായ, സേത്തിന്റെ മകനായ എന്നൊന്നും എഴുതി പിടിപ്പിച്ചേക്കല്ലേ. ഞാനത് 11ാം അധ്യായത്തിൽ തിരശ്ശീലയിട്ട് ക്ലോസ് ചെയ്തതാ. നീ എഴുതുമ്പോ തുടങ്ങേണ്ടത് അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഈ രാത്രി ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കരുത്. വംശാവലി പുതിയ നിയമത്തിൽ എഴുതിയപ്പോൾ ഒരു ചരിത്രത്തിന് ക്ലോസ് ചെയ്തിട്ട് സ്വർഗം എഴുതി അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഏറ്റെടുക്കുന്നവര് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കണമേ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞാൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ പതിഞ്ഞാൽ, നിന്റെ തലമുറയുടെ മേൽ പതിഞ്ഞാൽ, നിന്നെ ഒരു ചരിത്രത്തിന് തുടക്കമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ ചരിത്രം നിന്റെ പേരിൽ എഴുതി ചേർക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചത് 75ാമത്തെ വയസ്സിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മെസൊപ്പൊട്ടോമിയയിലെ ഊറിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും തൻ്റെ ഒരു സഹോദരനെ കല്യാണം കഴിച്ച് ഒരു മോനായപ്പോൾ മരിച്ചുപോയി. ആ മരിച്ചുപോയ സഹോദരൻ്റെ മകൻ അപ്പനില്ലാത്തതുകൊണ്ട് അപ്പനില്ലാത്ത ആ കൊച്ചൻ ലോത്തിനെയും, സ്തോത്രം, വിളിച്ചോണ്ട് വിളി കേട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അപ്പൻ തേരകിനെ കൂടെ കൊണ്ടാ പോന്നെ. ആ വരവ് വന്ന് യൂഫ്രട്ടീസ് നദി കടന്ന് അക്കരെ കയറി ഹാരാനി വന്ന് പാർത്തു. അതാണ് സ്തേഫാനോസിന്റെ കന്നി പ്രസംഗത്തിൽ സ്തേഫാനോസ് പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനി വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊട്ടോമിയയിലെ ഊറിലിരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഹാരാനി വെച്ചല്ല പ്രത്യക്ഷപ്പെട്ടത്, ഹാരാനി വന്ന് പാർക്കും മുമ്പേ. പ്രൈസ് ദി ലോർഡ്. പ്രത്യക്ഷപ്പെട്ട ദൈവത്തിനൊരു പേരുണ്ട്. എല്ലാവരും പറയണം, തേജോമയനായ ദൈവം. കേട്ടില്ല? അയ്യോ, നിന്റെ ദൈവം പേടിപ്പിക്കുന്ന ദൈവമല്ല,
പെയിന്റ് അടിച്ച് കണ്ണെല്ലാം കൂടെ ചുമപ്പിച്ച് നാക്കെല്ലാം കൂടെ നീട്ടി കൈ കോടാലി പിടിച്ചോണ്ട് നിൽക്കുന്ന ദൈവമല്ല. നിനക്ക് പ്രത്യക്ഷ ദൈവത്തിന്റെ പേര് തേജോമയനായ ദൈവം. ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് തേജോമയനായ ദൈവമാ. ആരാധിക്കുന്നെങ്കിൽ അവനെ വേണം ആരാധിക്കാൻ, സ്തുതിക്കുന്നെങ്കിൽ അവനെ വേണം സ്തുതിക്കാൻ. ഏറ്റെടുക്കുന്നവർ നന്നായി കരമടിച്ച് പെന്തക്കോസ്തിന്റെ ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ആ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാം തേരകിനെയും കൂട്ടി ലോത്തിനെയും കൂട്ടി നേരെ യൂഫ്രട്ടീസ് കടന്ന് ദൈവം കാണിപ്പാനുള്ള ദേശത്തേക്ക് പുറപ്പെട്ട് ഹാരാനി വന്ന് പാർത്തു. ഹാരാനി വെച്ച് തേരകും മരിച്ചു. പുറപ്പെട്ടതിനും മരിച്ചതിനും ഇടയ്ക്ക് ദൈവിക ഇടപെടലുകൾ ഉണ്ടായില്ല. സ്തോത്രം. തേരകും മരിച്ച ശേഷം വീണ്ടും അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതാ 12-ാം അധ്യായം. ആ 12 പറയണം, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമായ ദൈവമാ. സ്തോത്രം പറയണം. അങ്ങ് മെസൊപ്പൊട്ടോമിയിൽ വെളിപ്പെട്ടപ്പോൾ തേജോമയനായ ദൈവം, ഇനി ഹാരാനി വെളിപ്പെട്ടപ്പോൾ പ്രതിഫലമായ ദൈവം, പരിചയായ ദൈവം. ഇന്ന് രാത്രി നിന്നുള്ള ഇടപെടൽ അനുസരിച്ച് അവന്റെ പേരും മാറിക്കൊണ്ടിരിക്കുകയാ. ഈ രാത്രി നീ വിശ്വസിച്ചാണ് ആരാധിക്കുന്നതെങ്കിൽ നിന്നോടുള്ള സാന്നിധ്യം അനുസരിച്ച് അവന്റെ പേര് മാറുകയാ. ഹാരാനിൽ നിന്ന് അബ്രഹാം സാറയുമായി പുറപ്പെടുമ്പോൾ അവന് വയസ്സ് 75. ഹാരാനിൽ നിന്ന് പുറപ്പെട്ട പ്രായമാണ് 75-ാമത്തെ വയസ്സ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. അവനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ സന്തതി ഞാൻ അനുഗ്രഹിക്കും, നിന്റെ സന്തതി മൂലം ഞാൻ സകലരെയും അനുഗ്രഹിക്കും, നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ വർദ്ധിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകും. ഇതെല്ലാം കേട്ട അബ്രഹാം നീണ്ട 25 വർഷങ്ങൾ ഈ മറുപടിക്കായി കാത്തിരുന്നു. 99 വയസ്സുള്ള വന്ധ്യവയോധികനായ ഭക്തനായ വിശ്വാസ വീരനായ അബ്രഹാമിന്റെ അടുക്കലേക്ക് അധികാലത്തെ ഹാരാനിൽ പ്രതിഫലവും പരിചയമായി വെളിപ്പെട്ടവൻ, മെസൊപ്പൊട്ടോമിയിൽ തേജോമയനായി വെളിപ്പെട്ടവൻ രാവിലെ ആളത്തമായി വന്നു. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ ശബ്ദമേ കേട്ടുള്ളൂ, പക്ഷെ ഇന്നതേ ആളത്തമായി കയറി വരികയാ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല, ഈ രാത്രി വിശ്വസിച്ചാൽ നിന്റെ അടുക്കലും ആ ആളത്തം ഇറങ്ങി വരും. നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റിമറിക്കാൻ കരുത്തുള്ളവൻ ഇന്നിനത് നിന്റെ അടുക്കലേക്ക് അടുത്തു വരികയാ. ഹല്ലേലൂയ. ഈ തന്റെ വീട്ടിലേക്ക് രാവിലെ കയറി വരുന്ന 3 അപരിചിതരെ കണ്ടിട്ട് ഈ വലിയ മനുഷ്യൻ, തെറ്റിദ്ധരിക്കല്ല, ഈ വലിയ മനുഷ്യൻ നിലം വരെ കുനിഞ്ഞു അവരെ സ്വീകരിച്ചു. അല്പം ഉയരമുള്ളവനെ കുനിയാനൊക്കത്തു, അല്ലാത്ത ഞെളിയുന്നവനെ നോക്കിയ പൗലോസ് പറഞ്ഞ ഞെളിയാതെ കർത്താവിനെ ഭയപ്പെട്ടോളാൻ. സ്തോത്രം പറഞ്ഞില്ല. ഒന്നുമില്ലാത്തവൻ ചുമ്മാ ഞെളി, ഉള്ളവൻ കുനി. സ്തോത്രം. അതിന് പാസ്റ്ററെ അബ്രഹാമിന് എന്താ ഉള്ളേ പറയാം. അബ്രഹാമിന്റെ വീട്ടിൽ 318 അഭ്യാസി പട്ടാളക്കാർ മാത്രം എന്ന് പറഞ്ഞാൽ 58 ഇഞ്ച് നെഞ്ചുവിനും മേളിലുള്ളവന്മാർ 358 പേര്. ബാക്കിയുള്ളവന്മാർ ആടിനെയൊക്കെ തീറ്റുക. നിങ്ങൾ മിണ്ടുന്നില്ല. ഈ 318 അഭ്യാസിക്ക് ഭാര്യമാരെ, അവർക്ക് പിള്ളേര്. ഈ 318 അഭ്യാസിയെ ജനിപ്പിച്ച അപ്പന്മാരമ്മമാര് എല്ലാ വീട്ടിൽ തന്നെയാണ്. സ്തോത്രം. പിന്നെ അദ്ദേഹത്തിന്റെ ആടിനെ തീറ്റുന്ന ദാസിദാസന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് കുറഞ്ഞത് ഒരു 2000 പേര് രാവിലത്തെ ദോശയും ചമ്മന്തിയും കഴിക്കാൻ അബ്രഹാമിന്റെ വീട്ടിലുണ്ട്. ഉച്ചയ്ക്കത്തെ കുപ്പൂസും കോഴിയും കൂടെ ആട്ടിറച്ചിയും കൂടെ തിന്നാനായിട്ട് വീട്ടിലുണ്ട് 2000 പേര്. 4 മണിക്കത്തെ പരിപ്പുവടയും ചായയും കുടിക്കാൻ 2000 പേരുണ്ട്. ഹലോ. വൈകിട്ടത്തെ ആഹാരത്തിന് 2000 പേര് ഉണ്ട്. അപ്പം ദിവസം 8000 പേര് ആഹാരം കഴിക്കുന്ന മെസ്കോള്
ഈ അബ്രഹാമിനുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ വീട്ടിൽ 1 കിലോ ഇറച്ചി മേടിച്ചു കൊടുത്താൽ അമ്മാമ്മ വൈകുമ്പോഴത്തേക്ക് കറിയാക്കി തരത്തുള്ളൂ, 1 കിലോ. സ്തോത്രം. പക്ഷേ ഒരു തടിച്ച കാളയെ പിടിച്ച് മുറ്റത്ത് വന്ന വിരുന്നുകാർ അവിടെ ഇരിക്കുമ്പോൾ തന്നെ പാചകം ചെയ്തിട്ടൊരു നല്ല മെസ്സ് അവിടെ ഉണ്ട്, നല്ല ഹോട്ടൽ മാനേജ്മെൻറ്റ്, നല്ല ഷെഫ് അവിടെ ഉണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. തടിച്ച കാളയെ പാചകം ചെയ്ത് ഗസ്റ്റ് വന്ന ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. നിങ്ങൾ ആ മെസ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം. സ്തോത്രം. ഇത്രയുള്ള മനുഷ്യൻ അപരിചിതരെ കണ്ടപ്പോൾ കുനിഞ്ഞെന്ന്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഈ പണ്ട് ഒറ്റമുണ്ടും ഷർട്ടും ഒക്കെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി എന്നെപ്പോലെ സൂട്ട്, കോട്ട്, അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ മോദി അങ്കിളിൻ്റെ പ്രധാനമന്ത്രിയുടെ മോദി കോട്ട്, പിന്നെ ടൈ, ഇതെല്ലാം കൊണ്ട് ഈ പണിയാതെ കഴിച്ച് വയറെല്ലാം കൂടെ വരുന്നത് കൊടവേറും ചാടി തലയേതാ വയറേതാന്ന് അറിയാൻ വയ്യാതൊക്കെ ആയപ്പോൾ കുനിയാൻ നമുക്ക് ചില പ്രയാസമാണ്. മിണ്ടുന്നില്ല. ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മിണ്ടത്തില്ലെന്നറിയാം. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടല്ലോ. നമുക്ക് കൈ കൊടുക്കാൻ തന്നെ എന്നെ പ്രയാസം. ഇപ്പം നമ്മുടെ സജിചാക്കോ പാസ്റ്ററെ കണ്ട ഞാൻ വിരലിൻ്റെ അറ്റമാണ് പിടിക്കുന്നത്. അറ്റം കാണിച്ച് പാസ്റ്ററെ, ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. എവിടുന്ന് ഈ സ്വരം വരുന്നതും അറിയത്തില്ല. പനി വന്ന് മൂക്കളെ ഒലിപ്പിച്ച് നടന്നവനാ, 10-7 പ്രാവശ്യം തോറ്റവനാ. ഹല്ലേലൂയ. മിണ്ടുന്നില്ല നിങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആ സ്വരമൊക്കെ വരുന്നത് കേട്ടാൽ ഏതാണ്ട് സംഭവമാണെന്ന് വിചാരിച്ചാൽ നീ ഒരു സംഭവമല്ല. നീ ഇരിക്കുന്ന സാറേ ഉച്ചി കുത്തി വീണാൽ പിന്നെ പൊങ്ങാനൊക്കത്തില്ല. നീ എന്നോ സംഭവമാ. നീ എന്തോ ഞെളിയുന്നേ. ഇന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ സേവിക്ക്. ഹല്ലേലൂയ. നമുക്കൊന്നും പുകഴാനില്ലെന്നേ. പുകഴാൻ വല്ലതും ഉണ്ടെങ്കിൽ കർത്താവ് വിളിച്ചെന്നല്ലാതെ എന്നോ പുകഴാനാ. സന്തോഷമുണ്ടെങ്കിൽ കൈ ഒന്ന് അടിച്ച് ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവസന്നിധി വന്നേ ആരും ഞെളിയരുത്. ഹല്ലേലൂയ. നീ ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഇടാൻ പാൻറ്റും ഇല്ലാതെ ഷർട്ടും ഇല്ലാതെ ഞങ്ങൾക്കറിയാം. പിന്നെ ആരാണ്ടൊക്കെ സഭക്കാർ പിരിവെടുത്താൽ നിനക്ക് ആദ്യത്തെ പാൻറ്റും ഷർട്ടും കിട്ടി. നീ ഇപ്പം പിന്നെ കതർമുണ്ടേ ഉടുക്കത്തുള്ളൂ. പിന്നെ നിന്നെ കണ്ട രാഷ്ട്രീയക്കാരനാണോ പാസ്സാണോ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. നീയും ഇപ്പം നേരെ വെച്ച കൈയൊക്കെ മടക്കി ഇവിടം വരെ ആക്കി വെച്ചു. എന്നിട്ട് പോക്കറ്റിലൊരു കറുത്ത പേഴ്സൊക്കെ വെച്ച് നിന്നെ കണ്ടാൽ തോന്നും കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. മിണ്ടുന്നില്ല. എടാ കുഞ്ഞ്, ഉപദേശിയാകാൻ വേഷം കിട്ടിയാൽ ഉപദേശിയായിട്ട് നടക്കണം. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയ കർത്താവിന്റെ ദാസനായിട്ട് നടക്കണം. ആരും ഭാവിക്കണതിന് മീതെ ഭാവിച്ചുയരരുത്. സന്തോഷം ഉണ്ടെങ്കിലേ കരമടിക്കാവുള്ളൂ. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തെ കണ്ടപ്പോൾ നിലം വരെ കുനിഞ്ഞു. ഇത് പറയാണ്, അടിയനെ കടന്നു പോകരുത്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഞാൻ പോയി അസാരം വെള്ളം കൊണ്ടുവന്ന് ആ കാലൊന്ന് കഴുകാം. സ്തോത്രം. ആ കാല് കഴുകുന്ന സമയം കൊണ്ട് 1 മുറി അട കൊണ്ടുതരാം. കഴിച്ച് വിശപ്പടക്കിയിട്ടേ പോകാവൂ. അതിനായിട്ടാണല്ലോ വന്നേ. എടാ, കഴിച്ചേച്ച് വന്നാലും ഈ പറച്ചിൽ കേട്ടാ പിന്നെ കഴിക്കും ഇല്ലേ? നമ്മൾ വിശന്ന് വന്നാലും ചിലരുടെ മോന്ത കണ്ട കഴിക്കാൻ തോന്നത്തില്ല ഇല്ലേ? ലാലു പറഞ്ഞേ. അവരെ ചിക്കൻ പറയും, KFCയും ചില്ലി ചിക്കനും എല്ലാം കൂടെ മേടിച്ച് വെച്ചാലും വിളമ്പി തരാൻ വരുന്നവരുടെ മുഖഭാവം കണ്ടാൽ നമുക്കുള്ള വിശപ്പ് പോകും. പക്ഷെ ഈ വന്നവരോട് പറയാണ്, 1 മുറി അട കൊണ്ടുതരാം, കഴിച്ചിട്ടേ പോകാവൂ. അതിനായിട്ടാണല്ലോ അടിയൻ്റെ വീട്ടിലോട്ട് വന്നത്. ഓ, എന്തോ ഞാൻ പറഞ്ഞില്ലേ, അല്പം വലിപ്പമുള്ളവനെ കുനിയാനൊക്കത്തുള്ളൂ, അല്ലാത്ത ഞെളി. ഇന്ന് രാത്രി നീ ദൈവസന്നിധി താണോണം കേട്ടോ. താണാൽ എൻ്റെ ദൈവം നിന്നെ കരം പിടിച്ചുയർത്തും. സന്തോഷമുണ്ട് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. ആര് ദൈവസന്നിധി താഴുമോ അവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ ചോദിച്ചു, നിന്റെ ഭാര്യ സാറ എന്തിയെ? ഉടനെ അബ്രഹാം പറഞ്ഞു, കൂടാരത്തിനകത്തുണ്ട്. അന്നത്തെ ഭാര്യമാരുടെ ഗുണമാണ്. അങ്ങോട്ടൊക്കെ ഞാൻ പോകുന്നില്ല, നിങ്ങൾക്കൊരു പ്രയാസം വരാതിരിക്കാൻ. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, അവളെ വിളിക്കുക. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ വീണ്ടും വരും. ഒരിക്കൽ വന്ന് സൽക്കരിച്ചത് ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വരും. മിണ്ടുന്നില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിന്റെ വീട്ടിൽ എഴുന്നള്ളി വന്ന സ്വർഗം നിന്റെ ആ ഇടപെടൽ കണ്ടാൽ വീട്ടിൽ പിന്നെയും വരും. ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ വീണ്ടും വരും.
പക്ഷെ ഞാൻ വരുമ്പോൾ ഇപ്പൊ ശൂന്യമായ നിന്റെ കയ്യിൽ നിന്നെ വിളിച്ചിറക്കിയ നാളിൽ പറഞ്ഞ വാഗ്ദത്തം ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നാളുകളായി ചലനമറ്റ് കിടക്കുന്ന ആ ദൈവിക വാഗ്ദത്തം അടുത്ത വർഷം വരുമ്പോൾ നിന്റെ കൈ ചലിക്കുന്നത് ഞാൻ കാണും. വിശ്വസിക്കുന്നവരെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. നിർജീവമായി പോയ, നിശ്ചലമായി പോയ ചില ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രിയിൽ ആരാധിക്കുന്നവരുടെ കൂടാരത്തിൽ ജനം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ശത്രു മുടക്കിക്കളഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി ദൈവം മറനീക്കി തരുന്ന രാത്രിയാ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസത്തോടെ കൈ ഉയർത്തി എൻ്റെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. അപ്പൊ ഈ സാറ ഇത് കേട്ടിട്ട് 89 വയസ്സായി ഈ അമ്മച്ചി. 89 വയസ്സായി ഈ അമ്മച്ചി അകത്ത് ചിരിച്ചു. പുറത്ത് ചിരിച്ചില്ല, അകത്ത് ചിരിച്ചു, ഉള്ളിൽ ചിരിച്ചു. അബ്രഹാം നിഷ്കളങ്കനായതുകൊണ്ട് പുള്ളിക്ക് ഈ ഉള്ളിൽ ചിരിക്കാൻ അറിയത്തില്ല. പുള്ളി ഇത് കേട്ടപ്പം ചിരിച്ച് ചിരിച്ച് വീണ് കിടന്നുരുണ്ട് ചിരിച്ചു. സ്വതന്ത്രം. ദൈവാദി ദൈവം വന്നൊരു ദൂത് പറഞ്ഞപ്പോൾ ഇത്രയും വീണ് കിടന്നുരുണ്ട് ചിരിച്ചോനെ ശരിക്കും 2 വഴക്ക് പറയേണ്ടിയാ. പക്ഷെ തമ്പുരാൻ അബ്രഹാമിനെ വഴക്ക് പറഞ്ഞില്ല. ഹലോ. പക്ഷെ പുറമേ ചിരിക്കാതെ ഉള്ളിൽ ചിരിച്ച സാറയെ കൈയോടെ പിടിച്ചു. സാറയോട് ചോദിച്ചു, നീ ചിരിച്ചോന്ന് ചോദിച്ചു. അവൾ പറഞ്ഞതാ ശരി, ഞാൻ ചിരിച്ചില്ല, അതാ ശരി. മുഖത്തെന്നെ വന്നില്ല, ചിരി വന്നില്ല. അവൾ ചിരിച്ചത് എവിടാ? പറയെല്ലാരും ഉള്ളില. ഈ ഉള്ളിൽ ചിരിക്കുന്ന ചിരി ഉപദേശിമാരായി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവനല്ലേ, അവൻ എങ്ങനെ ചിരിച്ചാലും പിടിക്കും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഈ അമ്മാമ്മ ചിരിച്ച കാര്യം ഞാൻ പറയാം. അമ്മാമ്മ ചിരിച്ചത് എല്ലാ യോഗത്തിനും വന്ന് ഇങ്ങനെ പറയുന്നതാണ്, അടുത്ത വർഷം ഈ സമയത്ത് ലഭിക്കുമെന്നൊക്കെ. ആ പറഞ്ഞവർക്കെല്ലാം തടിച്ച കാളയെ അറുത്ത് 3 അടങ്ങഴി മാവെടുത്ത് അടയുണ്ടാക്കി കൊടുത്ത് മടുത്ത അമ്മാമ്മ ഇത്. ഹലോ. അവരുടെ പാത്രം കഴുകിയും ഈ പുകയത്ത് നിന്നും ഇന്നത്തെ കൂട്ട് ഗ്യാസ് വല്ലതും ഉണ്ട്, ഈ അടുപ്പൂതി വേണ്ട കത്തിക്കാൻ, ഇതെല്ലാം ചെയ്ത് മടുത്ത അമ്മാമ്മ പറഞ്ഞു ഇതെത്ര കേട്ടതാ. 31ാമത്തെ കൺവെൻഷനിൽ ഞങ്ങൾ കേട്ടതാ. പിന്നെ 32ാമത്തെ കൺവെൻഷന്, ഇത് 32 33, 32ലും കേട്ടതാ. പിന്നെ 33. ഹലോ എന്ന് പറഞ്ഞ അമ്മാമ്മ ആക്കി ചിരിക്കുക. അതിന് റാന്നി പറഞ്ഞ പേര് ആക്കി ചിരിക്കുക എന്നാ. ഈ പാമ്പാടി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ദൂത് കേട്ടപ്പോൾ അമ്മാമ്മ ആക്കി ചിരിച്ചു. അച്ചായൻ ചിരിക്കാൻ കാരണം പറയാം. അച്ചാൻ ഓർത്തു, ഇപ്പം എനിക്ക് 99 വയസ്സ്, അടുത്ത വർഷം എനിക്ക് ശതാബ്ദി. എല്ലാവരും പറഞ്ഞേ, നമ്മുടെ IPC 100ാം വാർഷിക കൺവെൻഷൻ ആഘോഷിക്കാൻ പോകുകയാണ്. അപ്പം 100ാം വർഷം എനിക്കാകുക. 100 വയസ്സാകുമ്പോൾ ഞാൻ ഈ പിള്ളേരെ തൂക്കിപ്പിടിച്ചുകൊണ്ട് വരുന്ന സഞ്ചി പോലുള്ള കൊട്ട പോലുള്ളതിനകത്ത് എൻ്റെ മകൻ ഇസഹാക്കിനെ തൂക്കിപ്പിടിച്ചുകൊണ്ട് ഹോളിൽ നിന്നോട്ട് കയറി വരുന്നു. എൻ്റെ പുറകെ 90 വയസ്സുള്ള സാറ ഒരു ബാഗിനകത്ത് നിപ്പിള്, പാൽക്കുപ്പി, പാൽപ്പൊടി, ചൂടുവെള്ളം ഇതെല്ലാം പിടിച്ചുകൊണ്ട്, പിന്നെ മാറാനുള്ള ബാമ്പേഴ്സ് എല്ലാം പിടിച്ചുകൊണ്ട് അവൾ കയറി വരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ കയറി വരുന്നത് കാണുമ്പോൾ പിള്ളേരെല്ലാം കൂടെ ഞങ്ങളെ അങ്ങോട്ട് നോക്കുന്നു. ഈ 100 വയസ്സുള്ള അപ്പച്ചൻ്റെ കയ്യിലെ കൊച്ചിനെയും ഈ 90 വയസ്സുള്ള അമ്മാമ്മയുടെ കയ്യിലെ വാനിറ്റി ബാഗും എല്ലാം കൂടി കരയുമ്പമായി വെക്കാനുള്ള നിപ്പിള് വേറെ. ഹലോ ഉണ്ടെന്നില്ല. പല വിശ്വാസവുമായി അത് വെച്ചേക്കും. അതാ സ്വോത്രം വരാത്തെ. ഹല്ലേലൂയ. സ്വോത്രം പറഞ്ഞ് രാത്രിയിൽ നീ മിണ്ടാതിരിക്കാൻ വായിൽ അത് പിടിപ്പിച്ചേക്കോ പിശാച്. രാത്രി നല്ല സ്വോത്രം പറഞ്ഞ് ശ്രദ്ധിച്ചേ. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടപ്പം ഈ പിള്ളേരൊക്കെ നോക്കി ചിരിക്കുന്നത് ഓർത്ത് ചിരിച്ചതാ. മനസ്സിലായില്ല? ഇപ്പൊ പറഞ്ഞ വാഗ്ദത്തം അടുത്ത വർഷം ഈ സമയത്ത് കയ്യിലിരിക്കുന്നത് ഓർത്താ പുള്ളി ചിരിച്ചേ. അതുകൊണ്ടാണ് പുള്ളി വീണ് കിടന്ന് ചിരിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തമ്പുരാൻ വഴക്ക് പറയാഞ്ഞേ. ഇന്ന് രാത്രി നിന്റെ എല്ലാ പാവങ്ങളെ വിവേചിക്കുന്ന ഒരു ദൈവം ഇവിടെയുണ്ട്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം ആത്മാവിൽ അറിയുന്ന ഒരു വലിയ ദൈവം ഇവിടെയുണ്ട്. ഏറ്റെടുക്കുന്നവർ ഈ രാത്രി മൗനമായിരിക്കരുത്. നിന്റെ സ്ഥിതിഗതികളെ അറിയുന്ന Praise the Lord. Hallelujah. അപ്പൊ അങ്ങനെ പിറ്റേ വർഷമായപ്പോൾ അബ്രഹാമിന് ദൈവം മകനെ കൊടുത്തു. മകനെ കൊടുത്ത അബ്രഹാം, ഇവിടെ ശ്രദ്ധിച്ചോ, മഴ പെയ്യോ? മഴ സംഭവം ഒന്നുമില്ല. ഗസയിൽ കൊണ്ട് ഗമാസുകാരിട്ടതുപോലെ 5000 റോക്കറ്റ് ഒന്നും വന്ന് വീഴുവല്ല, മഴ പെയ്യുക. ഒരല്ലേ പറഞ്ഞേ,
അകത്ത് ആത്മാവിൻ്റെ മാരി പെയ്യുമ്പോൾ പുറത്തിട്ടുണ്ട് നല്ല മഴ പെയ്യട്ടെ. കൈയടിച്ചൊരു അല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പുറകെ ഉണക്ക് വരുന്നുണ്ട്, ഭയങ്കര വരൾച്ച വരുന്നുണ്ട്. നമ്മളെ പ്ലാസ്റ്റിക് ബക്കറ്റുമായിട്ട് ഗവൺമെൻറ് പൈപ്പിൽ പോയി വെള്ളം പിടിക്കാൻ നിൽക്കാതിരിക്കാൻ തമ്പുരാൻ നമുക്ക് മഴ തരിക. നല്ല ഹല്ലേലൂയ പറയണം കേട്ടോ. ബെന്തിക്കോസുകാർക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. യോഗം കഴിയുമ്പോൾ പറയും നല്ല പ്രസംഗമായിരുന്നു, പക്ഷേ ഭയങ്കര പന്ന മഴയായിരുന്നു. മഴയ്ക്ക് പേരിട്ട് എന്തുവാ? പന്നമഴ. പ്രസംഗം എന്തുമായിരുന്നു? നല്ല പ്രസംഗം. അപ്പം ദൈവത്തെയാണ് ഈ പന്നമഴ എന്ന് പറഞ്ഞ് കളിയാക്കി. മഴ പെയ്ക്കുന്ന ആരാ? പറഞ്ഞേ, മഴ പെയ്ക്കുന്ന ആരാ? ദൈവമാണ്. അപ്പം നീ ആദ്യം പറയണ്ടേ, നല്ല മഴ പുറത്തുണ്ടായിരുന്നെങ്കിലും അകത്ത് നല്ല അനുഗ്രഹമായിരുന്നു, അല്ലാതെ പന്നമഴയാന്ന് പറയല്ലേ. ദൈവത്തിന് അപമാനം വരുന്ന ഒരു വാക്കും ബെന്തിക്കോസുകാരുടെ വായി വരല്ലേ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ ഇസഹാക്കുണ്ടായി. ഇസഹാക്ക് വളർന്നു. അവനൊരു വളർച്ച പ്രാപിച്ചപ്പം ദൈവത്തിനൊരു ചെറിയ തോന്നൽ. ഇപ്പം പഴയതുപോലെ സ്തോത്രമില്ല. ഒരാൾ പറയുമ്പോഴാണ് സ്തോത്രം പറയുന്നത്. 3 പ്രാവശ്യം പറയാൻ പറയുമ്പോൾ 3 പ്രാവശ്യം പറയും. പിന്നെ ശബ്ദം ഉയർത്താൻ പറയുമ്പോൾ ശബ്ദം ഉയർത്തും. ഇങ്ങനെയൊക്കെ അബ്രഹാം ആയപ്പോൾ ദൈവത്തിന് തോന്നി സ്നേഹം ഇച്ചിരി കുറഞ്ഞോന്ന്. ഹലോ, എന്തോ തോന്നി? സ്നേഹം. ആരോട്? ദാനം കൊടുത്ത ദാതാവിനോട് ദാനത്തോടുള്ള സ്നേഹം ഇല്ല എന്ന് ദാതാവിന് തോന്നിയപ്പോൾ ദാതാവ് പറഞ്ഞു, അബ്രഹാമേ, ആ സ്നേഹിക്കുന്നതിനെ അങ്ങ് യാഗമാക്കിയേക്കാൻ പറഞ്ഞു. അല്ല, ഇസഹാക്കിനെ കൊണ്ട് ബലിയർപ്പിക്കാനല്ല പറഞ്ഞത്. സ്വതന്ത്രം പറയണേ. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം നരബലി ഇഷ്ടപ്പെടുന്ന ഇലന്തൂരി അമ്മാമ്മയുടെ പാർട്ടിയൊന്നുമല്ല. ഹലോ, മിണ്ടുന്നില്ല. പിന്നെ നമ്മുടെ കർത്താവ് ഇലന്തൂരെ അമ്മാമയെ പോലെ ജോളിയെ പോലെ നരബലിയൊന്നും ഇഷ്ടപ്പെടുന്നവനല്ല. യഹോവയായ ദൈവം പറഞ്ഞത്, എന്നേക്കാളധികം നീ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിക്കുന്നതിനെ അങ്ങ് യാഗമാക്കാനാ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രിയിലും അല്ലേ ഈ 33ാം കൺവെൻഷനിൽ ദൈവത്തെക്കാളധികം നിനക്ക് എന്തിനെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ, നിന്റെ സ്ഥിതി മാറ്റിയ പുത്രനെ നിനക്കായി തന്ന, രക്തം നിനക്കായി തന്ന, നിന്റെ പാപം മോചിച്ച, നിന്നെ വീണ്ടെടുത്ത, നിനക്ക് മറുവിലയായി തീർന്ന ദൈവത്തെക്കാൾ അധികം നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നീ എന്നെ യാഗമാക്കണം. ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാം യാഗത്തിനായി ഇസഹാക്കുമായിട്ട് പോയി. യാഗം നടക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ കുഞ്ഞാട് വെളിപ്പെട്ടടത്ത് അബ്രഹാം പറഞ്ഞൊരു പദമുണ്ട്. അതൊന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവയിരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. എല്ലാരും ആ വാക്കൊന്ന് പറഞ്ഞേ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ എല്ലാരും പറഞ്ഞേ. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. നമ്മളെപ്പോഴാ ദേവദാസനെ യഹോവ ഇരേ പറയുന്നറിയാമോ? നമുക്ക് ബഹുമാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കിറ്റ് തരുമ്പോഴാ നമ്മളെ യഹോവ ഇരേ പറയുന്നത്. ഹല്ലേലൂയ. ആട്ടുംകുട്ടിയെ കിട്ടിയപ്പോഴല്ല അബ്രഹാം യഹോവ ഇരേ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കിറ്റ് കിട്ടിയപ്പോഴുമല്ല യഹോവ ഇരേ പറഞ്ഞ്. മുടങ്ങിക്കിടന്ന വാർഷിക പെൻഷൻ 4 മാസം കഴിഞ്ഞപ്പോൾ 1000 തന്നപ്പോഴല്ല അല്ലൂയ യഹോവ ഇരേ പറഞ്ഞ്. നിങ്ങൾ സ്വോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, എപ്പോഴാ യഹോവ ഇരേ പറഞ്ഞ്? യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. ഇന്ന് രാത്രിയിൽ സ്വന്തം മകനുമായി കയറിപ്പോകുന്ന പർവ്വതത്തിൽ മകന് പകരം പ്രത്യക്ഷപ്പെട്ട ദൈവ സാന്നിധ്യം അനുഭവിച്ചവൻ പറയുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് തരണം ചെയ്യുന്ന, എൻ്റെ മകനെ ഞാനും ഒറ്റയ്ക്ക് തരണം ചെയ്യുന്ന ഈ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ഈ 33ാം കൺവെൻഷന്റെ ഈ 3ാമത്തെ രാത്രിയിൽ നീ കയറി ചെല്ലുന്ന പർവ്വതത്തിൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഓ മഴയെ വെല്ലുന്ന ഒരു ആരാധന ഇന്ന് രാത്രി ഈ ആഡിറ്റോറിയത്തിൽ ഉയരണം. ഓ ഹല്ലേലൂയ.
കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യാഗം കഴിഞ്ഞ് കൊമ്പ് കുരുങ്ങി കിടക്കുന്ന ആട്ടുംകുട്ടിയെ യാഗമായി കഴിഞ്ഞ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ പറയാം, പുറകെ കേൾക്കാമല്ലോ അല്ലേ? യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ തൊട്ടുപുറകിൽ കൊമ്പ് കുരുങ്ങി കിടക്കുന്ന കുഞ്ഞാടിനെ കണ്ടിട്ട് കുരുക്കറുത്ത് യാഗമാക്കി, നിനക്ക് വേണ്ടത് ഇന്ന് രാത്രി ഒരാടാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന അവൻ ഒരാടായി പ്രത്യക്ഷപ്പെടും. ഇന്ന് രാത്രി നിനക്ക് എന്താ വേണ്ടിയത്? നിന്റെ പർവ്വതത്തിൽ നിനക്ക് മറുപടിയായി വേണ്ടതെന്തോ അതായി പ്രത്യക്ഷപ്പെടുന്ന ഒരു യേശു ഈ രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം, ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവൂ. സഭ തരണം ചെയ്യുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ഈ യാഗം കഴിഞ്ഞ് അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഇസഹാക്കിനെ പിന്നെ നമ്മൾ കാണുന്നില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണം. അത് കഴിഞ്ഞ് സാറ മരിക്കുന്നു. 127 വയസ്സിൽ സാറ മരിക്കുന്നു. ഇപ്പോൾ അബ്രഹാമിന് 137 വയസ്സായി. തന്റെ മകൻ ഇസഹാക്കിന് 37 വയസ്സായി. മോന് 37 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. സ്തോത്രം. അമ്മ മരിക്കുന്നതിന് മുമ്പേ കൊച്ചിനെ കൈ കിട്ടിയപ്പോൾ പറഞ്ഞൊരു പേരുണ്ട്, അതൊക്കെ വിവരിക്കാൻ സമയമില്ലെങ്കിലും 90 വയസ്സിൽ കിട്ടിയ ആങ്കൊച്ചനെ കയ്യിലോട്ട് വെച്ച് പറയാണ്, എന്റെ ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി തന്നു. ഒരല്ലേലൂയ പറയണം. വിശ്വാസി സമൂഹവും നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കൂടെ ചോദിച്ചു വിരൽ ചൂണ്ടി കുത്തി മുറിവേൽപ്പിച്ച് ആ മാതാവിന്റെ ചിരി നിന്നുപോയതാ എന്ന വാഗ്ദത്തം കൈ കിട്ടിയപ്പോ മാതാവ് പറഞ്ഞു, എനിക്ക് എന്തു നിന്നുപോയോ അതെന്റെ ദൈവം മടക്കി തന്നു. ഇന്ന് രാത്രിയിൽ അല്ല ഇന്നലകളിൽ നിശ്ചലമായി പോയ ചില വിടുതലുകൾ ഈ രാത്രി ദൈവം നൽകുമെന്ന്. സാറ മരിച്ചു. സാറ മരിച്ചു കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് തോന്നി, ഞാനും മോനും തന്നെ ഇങ്ങനെ താമസിച്ചാൽ പോരാ, അതുകൊണ്ട് മോനൊരു ഭാര്യയെ വേണം എന്ന് ചെറുക്കനല്ല തോന്നിയേ, അപ്പന് തോന്നി. ചെറുക്കന് കല്യാണപ്രായമായെന്ന് തോന്നേണ്ടത് അപ്പനാ, അല്ലാതെ ചെറുക്കനല്ല. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. അപ്പന് തോന്നിയപ്പോൾ അപ്പൻ ആ കാര്യം തോന്നിക്കൊണ്ടിരുന്നില്ല, കാര്യസ്ഥനെ വിളിച്ച് പറഞ്ഞേൽപ്പിച്ചു, നീ പോയി എൻ്റെ മകനൊരു ഭാര്യയെ കണ്ടുപിടിച്ചോണ്ട് വരണം. അത് വേർപെടാത്ത വിശുദ്ധിയില്ലാത്ത രണ്ടും കെട്ട ഒന്നിൻ്റെ ഇടയ്ക്കൊന്ന് പോയി കൊണ്ടുവരല്ലേ, വേർപെട്ടടത്തുനിന്ന് കൊണ്ടുവരണം. സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇണയില്ലാപ്പിട കൂടലെന്ന് പഠിപ്പിച്ചത് അബ്രഹാമാ. സ്വതന്ത്രം പറയണം. വിളിച്ചു വേർതിരിച്ചവൻ ഏത് സാഹചര്യം വന്നാലും ഇണയില്ലാപ്പിട കൂടരുത്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ഹല്ലേലൂയ. നല്ലതൊക്കെ കാണുമ്പോൾ നീ കണ്ണടച്ച് അഭിഷേകത്തെ വിഴുങ്ങിക്കളയരുത് കേട്ടോ. ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുന്നു. അങ്ങനെ ഈ പെൺകുട്ടിയുമായിട്ട് എലയാസർ വരുമ്പോൾ അപ്പന്റെ സന്നിധാനം വിട്ടിറങ്ങി വരുന്ന ഇസഹാക്കിനെ എന്നേരം കാണുക എന്ന് പറഞ്ഞാൽ യാഗപീഠത്തെ നിറങ്ങിയ ഈ പുത്രനെ പിന്നെ കാണുന്നത് മണവാട്ടിയെ സ്വീകരിക്കാൻ വരുന്നതാ. അത് നടക്കാൻ പോകുന്നൊരു കാര്യം നിഴല. ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. ഇന്ന് രാത്രിയിൽ യാഗപീഠത്തെ നിറങ്ങി വന്നവൻ ഏറെ താമസിയാതെ മണവാട്ടിയെ സ്വീകരിപ്പാൻ ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഇസഹാക്ക് റിബേക്കയെ കല്യാണം കഴിച്ചു 40 വയസ്സിൽ. പക്ഷേ അടുത്ത 20 വർഷം പിള്ളേരുണ്ടായില്ല. ദൂതൻ നിന്റെ സന്തതി കടൽക്കരയിലെ മണ പോലാവുമെന്ന ദൂതൻ കേട്ടുകൊണ്ട് ഊട്ടിയിലും കോവളത്തും കണിയുമുണ്ട് പോയ പിള്ളേരുണ്ടാകാം. ഹലോ, 60 വയസ്സിൽ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു, ഭാര്യയും കൂടെ ചേർന്ന്. ആ ആണ്ട് 2 പിള്ളേരുണ്ടായി. ഹല്ലേലൂയ പറയണം. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തം നിറവേറണേ. അപ്പനോട് പറഞ്ഞ വാഗ്ദത്തമായിരിക്കും, നിന്നോട് പറഞ്ഞായിരിക്കും നിറവേറാൻ. നീ ആ വിഷയത്തിന് വേണ്ടി വാഗ്ദത്തം ചെയ്തവന്റെ മുമ്പിൽ മുഴങ്കാല് പടക്കാൻ തയ്യാറായാൽ ആണ്ടുകൾ കഴിയും മുമ്പേ അവന്റെ പ്രവൃത്തിയെ ജീവിപ്പിച്ച് നിന്റെ മുഖത്തെ ആദരിപ്പാൻ എന്റെ ദൈവം മതിയായവനാ. സ്തോത്രം. ഈ 2 പിള്ളേര് വയറ്റിലായി കഴിഞ്ഞപ്പോ റിബേക്ക ഒരു ഭയങ്കര സങ്കടവുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നു. ഇവന്മാർ വയറ്റി ഭയങ്കര പ്രശ്നമാണ്. യാക്കോബ് പറഞ്ഞു, ഞാൻ ആദ്യം ജനിക്കും. ഏശാ പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം കാലം നീ ആദ്യം ഞാൻ സമ്മതിക്കത്തില്ല.
അപ്പൊ യാക്കോബ് എടുത്തു ചാടാൻ തുടങ്ങി. എടുത്തു ചാടാൻ തുടങ്ങി യാക്കോബിന്റെ തലക്കിട്ട് ഏശാവ് വയറ്റി കിടന്ന് ചവിട്ടി. ഹലോ, ഒന്നുകൂടെ പറയുന്നു, ഒന്നാമത് വരാൻ ശ്രമിച്ച യാക്കോബിന്റെ തലയിൽ വയറ്റി കിടന്നുകൊണ്ട് ഏശാവ് ചവിട്ടി താക്കാൻ ചവിട്ടിയപ്പോൾ യാക്കോബിന് വലിയ ബലമില്ലെങ്കിൽ ചവിട്ടിയോന്റെ കുതികാലെ കയറി പിടിച്ചു. സ്തോത്രം പറയണം. ഇന്ന് രാത്രി നീ വിടരുത്. അവൻ നിന്നെ തകർക്കാൻ വന്നാലും നീ അവന്റെ കുതികാല് പിടിച്ചാണെങ്കിലും നിന്റെ വാഗ്ദത്തം പ്രാപിച്ചോണം. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. യാക്കോബ് ഈ തലയ്ക്ക് മേളിൽ ചവിട്ടി അവന്റെ കാലെ കയറി പിടിച്ചു. അപ്പൊ യുവന്മാരകത്ത് ഭയങ്കര അടിയാ. അല്ലാതെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഉണ്ടായ അടിയൊന്നുമല്ല. അടി അവിടെ വയറ്റിൽ നിന്ന് തുടങ്ങിയതാ. അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞില്ല. അപ്പൊ വയറ്റിൽ കിടന്ന് അടി മൂത്തപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് എനിക്കിത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞു. എന്നാൽ തമ്പുരാൻ പറഞ്ഞ് വിഷമിക്കേണ്ട, രണ്ട് ജാതിയാകത്ത്, രണ്ട് വംശങ്ങളാകത്ത്. പക്ഷേ നീ വിഷമിക്കേണ്ട, ഇപ്പൊ തലേ ചവിട്ടി താക്കുന്ന അവൻ ഇളയവൻ വലിയവനാകും. ഈ ചവിട്ടുന്ന മൂത്തവൻ ഇളയവനെ സേവിക്കും. സ്വത്രം പറഞ്ഞേ, ഒരു ദൂത ഇന്ന് രാത്രി നിന്നെ ഉയരാതെ, അല്ല ഒരു പടി ഉയരാതെ നിന്നെ ചവിട്ടിയാലും വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, എല്ലാവരും കരമടിച്ച് ആരാധിക്കണം. ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ ആരെല്ലാം ചവിട്ടി താത്താലും ദൈവം നിന്നെ ഉയർത്തുമെന്ന് ഈ രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുക. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മൗനമായിരിക്കരുത്. നിന്നെ ഉദരം മുതൽ ചവിട്ടി താത്താലും നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ചേർന്ന് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി ചില വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാ, ചില ബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. നിന്നെ ഒതുക്കുന്ന, നിന്നെ വളരാൻ അനുവദിക്കാതെ നിന്നെ ചവിട്ടിത്താക്കുന്ന ചില മേഖലകളിൽ ഇന്ന് സ്വർഗം പറയുകയാണ്, ഞാൻ നിന്നെ മാനിക്കും. ഓ ഹല്ലേലൂയ. അപ്പൊ വയറ്റി വെച്ച് തന്നെ ദൂത് പറഞ്ഞു, ഇവൻ എത്ര ചവിട്ടിയാലും ഈ ചവിട്ട് കൊള്ളുന്നവനെ ചവിട്ടുന്നോ സേവിക്കേണ്ടി വരും. അല്ലല്ലേ പറഞ്ഞു? ഭയങ്കര ദൂതാ. ഇതൊക്കെ കുറിച്ച് വെച്ച് ഏറ്റെടുത്തോണം. ഇപ്പൊ ചവിട്ടുന്നവൻ ചവിട്ട് കൊണ്ടവനെ സേവിക്കേണ്ടി വരും. സ്തോത്രം. ഞാനൊരു മർമ്മം പറയാം. നമ്മളിൽ തന്നെ ഒരു കാരണമില്ലാതെ, ഒരാവശ്യമില്ലാതെ കൂടെ കൂടെ കടി കൊള്ളുന്ന രണ്ട് അവയവമുണ്ട്. ഒന്ന് നമ്മുടെ ആ നാക്കും, രണ്ട് നമ്മുടെ ചെറിയുമാണ്. ഒരു കാര്യവും വേണ്ട. ചില കടി എന്ന് പറഞ്ഞാൽ ചോര വാ നിറയുന്ന കടിയാണ്. പക്ഷേ എന്നെ ഇങ്ങനെ കൂടെ കൂടെ കടിക്കുന്നത് നിൻ്റെ കൂടെ താമസമുണ്ടെന്ന് പറഞ്ഞ് നാക്കിന്ന് വരെ സമരം ചെയ്തിട്ടില്ല. കടി കൊണ്ടവിടെ കിടക്കും. സ്തോത്രം. കുറേ കഴിയുമ്പോൾ കടിച്ച പാട് തന്നെ കരിഞ്ഞോളൂ. ചികിത്സയൊന്നുമില്ല. നാക്കിനൊരു കാര്യം അറിയാം. ഞാനുള്ളപ്പോൾ ഇപ്പം ഈ കടിക്കുന്ന ഭൂരിപക്ഷമുള്ള 32 പല്ലില്ലായിരുന്നു. അവരടുത്ത 2 വർഷം കൊണ്ട് പതുക്കെ പതുക്കെ ഉണ്ടായതാണ്. ഹലോ, സ്തോത്രം. ഇപ്പം ഭൂരിപക്ഷം അവർ 32 ഉണ്ട്. ഇത് ഒന്നേ ഉള്ളൂ. അന്നും ഒന്നേ ഉള്ളൂ, ഇപ്പോഴും ഒന്നേ ഉള്ളൂ. സ്തോത്രം. ഈ നാക്കിനറിയാം കുറേ കഴിയുമ്പോൾ, ഇപ്പോൾ ഈ നല്ല വാരിയലയൊക്കെ ഇറച്ചി ഇങ്ങനെ കടിച്ചൂരിയെടുക്കുന്ന ഇത്രയും ശക്തിയുള്ള ബലശാലിയായ പല്ലും ഒരു പുഴു കയറിയ പേര് മാറും, പുഴുപ്പല്ലെന്നാകും. ഹലോ, എന്തുവാകും? പുഴുപ്പല്ല്. പുഴുപ്പല്ലായി കഴിഞ്ഞാൽ പോടാകും. പോടായാൽ പിന്നെ തന്നെ പൊഴിയും. ഈ 32 പൊഴിയും. ലാസ്റ്റ് പിന്നെ നാക്ക് തന്നെ കാണത്തുള്ളൂ. മിണ്ടുന്നില്ല. ഹലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് യാക്കോബ് അല്പം ചവിട്ട് കൊണ്ടാലും കുതികാലെ കയറി പിടിച്ചു. അവനറിയാം വാഗ്ദത്തം എൻ്റെ മേലുണ്ട്. വാഗ്ദത്തം ഉള്ളിടത്തോളം നീ സാഹചര്യങ്ങളെ കണ്ട് പകച്ചു നിൽക്കരുത്, ആരാധിക്കാതിരിക്കരുത്, മൗനം പാലിക്കരുത്, നിരാശപ്പെടരുത്. നീ ആരാധിച്ച് ജയമെടുത്തോണം. ഉയർത്തുന്നവൻ തക്ക സമയം വരുമ്പോൾ നിന്നെ ഉയർത്തി മാനിക്കും. സന്തോഷമുണ്ട്. നല്ലപോലെ ആ കൈ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബും ഏശാവും വളർന്നു. ഏശാവ് ദേഹം മുഴുവൻ ആടിൻ്റെ രോമം പോലെ രോമമുള്ളവനാണ്. ചുമന്ന നിറമാണ്. അവന് വനവാസിയുമാ കാട്ടിറച്ചി ഇഷ്ടമുള്ളവനാണ്. അവൻ മനസ്സിൽ പോയി വേട്ടിറച്ചി കൊണ്ടുവരും.
ഈ യാക്കോബ് വീട് വിട്ട് വെളിയിൽ പോകത്തില്ല. അവൻ ഈ അടുക്കളയ്ക്കകത്ത് അമ്മയുടെ ഞൊറിയലൊക്കെ പിടിച്ച് ഇങ്ങനെ കറങ്ങി നിൽക്കും. അപ്പം ഇറച്ചിക്കറി വെക്കുമ്പോൾ ഒരു കഷ്ണം ഇറച്ചിയും ഇച്ചിരി ചാറും കൂടെ ചൂടോട് ഇവൻ്റെ കൈയിട്ടെടുത്ത് പറയും, യാക്കോബ് ഉപ്പുണ്ടോ എന്ന് നോക്കടാ. അപ്പം അമ്മയുടെ പിന്നെ വെച്ച ഉപ്പുണ്ടോ എന്ന് നോക്കി പഠിച്ച് നോക്കും. അത് കഴിയുമ്പോൾ മീൻകറി വെക്കും. അവനെ പുളിയുണ്ടോ എന്ന് നോക്കടാ, ഇച്ചിരി ചാറ് ഒരു കഷ്ണം മീനും വെക്കും. അങ്ങനെ ഈ അടുക്കള കൊണ്ട് ഇവൻ കഴിഞ്ഞ് നല്ല പായസം വെക്കാൻ പഠിച്ചു. നമ്മൾ മിണ്ടുന്നില്ല. ഇവിടെ BSc നേഴ്സായിട്ട് ചായ അനത്ത് അറിയത്തില്ല, അത് വേറെ കാര്യം, കൈപൊക്കമൊന്നും വേണ്ട. പക്ഷേ അവൻ അടുക്കള BSc നേഴ്സ് ഒന്നും അല്ലെങ്കിലും അവൻ നല്ല പായസം വെക്കാൻ പഠിച്ചു. എല്ലാവരും എൻ്റെ കൂടെ ആണോ? സ്തോത്രം. അതിനെപ്പോഴാണ് എസൻസ് ചേർക്കേണ്ടത്, എപ്പോഴാണ് വയനാട് ഇല ഇടേണ്ടത്, എപ്പോഴാണ് ഏലക്കാപ്പൊടി ചേർക്കേണ്ടതില്ല അവൻ നല്ലപോലെ അറിയാം. അമ്മയുടെ കൂടെ നിൽക്കുകയല്ലേ അടുക്കളയ്ക്കകത്ത്. സ്തോത്രം. അപ്പം ഇവനറിയാം കാട്ടിൽ നിന്ന് വരുമ്പം വിശന്നാണ് വരുന്നത്. ആ വരുന്ന സമയം നോക്കി ഇവൻ ആ എസൻസ് അങ്ങോട്ട് ചേർത്തു, മൂക്കി മണം ചെന്നു. ഒരു സ്തോത്രം പറയാം. മണമുള്ള പായസം കണ്ടു. നിറം ഇവനന്ന് ചുമന്ന നിറമാണ്. എനിക്ക് തോന്നുന്നത് ഈ തക്കാളിക്കാട് ജ്യൂസോ വല്ല ഒഴിച്ചായിരിക്കും. എന്തുവായാലും ചുമന്ന നിറമാണ്. നിങ്ങൾ മിണ്ടുന്നില്ല. സ്തോത്രം. ഇവൻ എന്താ ഇഷ്ടമെന്നറിഞ്ഞ് അവൻ ഉണ്ടാക്കി. അതാ ശത്രുവിൻ്റെ പദ്ധതി. നിന്റെ ഇഷ്ടം പറഞ്ഞ് അവൻ കെണിയൊരുക്കും. നീ ആ കെണിക്കകത്ത് നിന്ന് വീഴുകയും ചെയ്യും. സ്തോത്രം. അത് വീഴാതിരിക്കാൻ ഇന്ന് രാത്രി ആരുടെ കെണിക്കകത്ത് നീ വീഴരുത്. സ്തോത്രം. അങ്ങനെ ഏശാവ് വീണു. ഉടനെ പറഞ്ഞു, വെച്ചാൽ പായസം തരാം, 1 2 ഈ കലത്തിലെ മൊത്തം അച്ചാൻ കുടിച്ചോ, എനിക്ക് ആ പണ്ട് ചവിട്ടി താത്ത ആ അവകാശമില്ലേ അതെനിക്ക് തരണം. അത്രേ ഉള്ളൂ വിഷയം. ഞാൻ കുതുകാലി പിടിച്ചിട്ട് നീ പിന്നെ ചാടിയല്ലോ, ആ അവകാശം എനിക്ക് തരണം. പായസം കുടിച്ചോളാൻ പറഞ്ഞു. പുള്ളി പായസം കുടിച്ചു. എനിക്ക് ഈ അവകാശം എന്തിനാ, പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ അവകാശം അലക്ഷ്യമാക്കി. ഒരല്ലിയെ പറയണം. സ്തോത്രം. അങ്ങനെ ഏശാവ് വീട്ടിൽ അവകാശം പോയി നിൽക്കുമ്പോൾ ഈ അപ്പനകത്ത് പറഞ്ഞു, ഏശാവേ നീ പോയി കാട്ടിറച്ചി കൊണ്ടുപോവാ, എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ആ മറ പറ്റിയെന്ന് റിബേക്ക കേട്ടിട്ട് അവൾ കാട്ടിറച്ചിയാക്കി റെഡിയാക്കി മോൻ്റെ കൊടുത്തു. അവൻ ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞു, നിൻ്റെ സ്വരം യാക്കോബിൻ്റെയാ, പക്ഷേ ദേഹം തൊട്ട് നോക്കട്ടെ ഏശാവിൻ്റെയോ, ഒന്ന് അടുത്തേ ഞാൻ മണപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് ഏറ്റവും വിലയുള്ള അത്ര അടിക്കുന്ന ആളായിരുന്നു ഈ ഏശാവ്. എല്ലാവരും എൻ്റെ കൂടെ ആണോ? നമ്മളൊക്കെ ഈ മേടിക്കുന്ന ഒന്നും നല്ല സ്പ്രേ അല്ലെന്ന്, അതൊക്കെ ഈ അറബികളൊക്കെ ലാറ്റിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ നല്ല വില കൂടി അത്ര ഉണ്ട്. ഒരു മാസം കഴിഞ്ഞാൽ മണം ഉടുപ്പേന്ന് പോകത്തില്ല. അതാ ഏശാവ് അടിച്ചോണ്ടിരുന്നത്. ഏശാവിൻ്റെ വസ്ത്രത്തിൻ്റെ വാസന മണത്തുന്ന മനസ്സിലാകുന്നുണ്ടോ? ഒരല്ലേ പറഞ്ഞേ. അതിന് കാശ് കൊടുക്കണം. 1000 ദിറംസൊക്കെ ഒരു കൊച്ചു കുപ്പിക്ക്. നമ്മുടെ ജീവിതത്തിൽ മേടിക്കാൻ നോക്കൂ. നമ്മൾ കണ്ണ് തള്ളിയിട്ട് പോരത്തേ ഉള്ളൂ. ഒരല്ലേ പറയണം. വാസന മണത്ത് അപ്പന് യാക്കോബിന് അനുഗ്രഹമെല്ലാം കൊടുത്തു. അങ്ങനെ യാക്കോബ് വീട് വിട്ടിറങ്ങി. ഓടിപ്പോകുമ്പോൾ അമ്മ പറഞ്ഞു, മോനെ അപ്പച്ചൻ്റെ വടി കയ്യിലെടുത്തോളാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ വടി കയ്യിലെടുത്തു. ഇനി ആ വടിയെക്കുറിച്ചൊന്ന് പറയാൻ പോവാണ്. നമ്മളത് പറയാൻ വേണ്ടി ഇത്രയും വന്നത്. യഹൂദൻ്റെ ഒരു സിസ്റ്റം, അബ്രഹാം വീട് വിട്ടിറങ്ങിയപ്പോൾ ഒരു ബദാമിൻ്റെ കമ്പ് മുറിച്ചെടുത്തു. ഈ തലഭാഗം നല്ല കൈ പിടിക്കാവുന്ന ഉരുളുള്ള ഒരു ബദാം കമ്പ്, 8 അടി പൊക്കം, വലിയ വളവും പൊളവും ഇല്ലാത്ത, ഇന്നത്തെ കൂട്ടുള്ള വളവും പൊളവും ഇല്ലാത്ത ഒരു നേരെയുള്ള വടി അപ്പൻ മുറിച്ചെടുത്തു. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്നത്തെ കൂട്ടുള്ള വളവും പൊളവും ഒന്നും ഇല്ലാത്ത ഒരു നേരെയുള്ള ബദാമിൻ്റെ കമ്പ് 8 അടി പൊക്കത്തിൽ ആര് മുറിച്ചെടുത്തു? അബ്രഹാം മുറിച്ചെടുത്തു. എന്നിട്ട് മെസപ്പൊട്ടോമിലെ ഊറിൽ വെളിപ്പെട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞല്ലോ, അന്ന് എഴുതാൻ പേനായും പേപ്പറും ഒന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഈ വടിയുടെ മണ്ട ഈ കല്ലുകൊണ്ട് എഴുതി വെച്ചു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കും, നിന്റെ സന്തതി വലിയ ജാതിയാകും, നീ ബഹുജാതികൾക്ക് പിതാവാകും, എന്തെല്ലാം പറഞ്ഞത് കുറിച്ച് വെച്ചു. അബ്രഹാമിന് ശേഷം ഇസഹാക്കിന് ആ വടി കൈമാറി. ഇസഹാക്ക് താഴെ എഴുതി, എവിടെയൊക്കെ കിണർ കുഴിച്ചതെല്ലാം ഉണ്ട്, അവിടെ എല്ലാം ഇസഹാക്ക് പിന്നെ ഈ വടി നോക്കിയാൽ കുഴിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പാമ്പാടി ഒരു കിണർ കുഴിച്ചു, പെലിസ്തീൻ അത് മൂടി, അങ്ങോട്ട് മാറി 14 മൈൽ ഒരെണ്ണം കുഴിച്ചു, അത് പെലിസ്തീൻ മൂടി, ഇതെല്ലാം വടിയെ കിടപ്പുണ്ട്. ആ വടിയെ നോക്കി ആ പെലിസ്തീൻ മൂടിയ കിണറെല്ലാം പിന്നെ ഇസഹാക്ക് കുഴിച്ച്. ഒരല്ലേലൂയ പറയണം. ഹല്ലേലൂയ. കുഴിച്ചു പോയപ്പോൾ മൂടിയടത്തു വന്ന് അവസാനം മൂടുന്നു നിന്നപ്പോൾ ഇസഹാക്ക് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ യഹോവ ഇടമുണ്ടാക്കി. ഒരല്ലേലൂയ പറയണം. ആ കരഞ്ഞ അമ്മച്ചിക്ക് ചിരി ഉണ്ടാക്കി, പ്രാർത്ഥിച്ച മോൻ ഇടം ഉണ്ടാക്കി. ഒരല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ഇതെല്ലാം ദൂത കേട്ടോ. ഹല്ലേലൂയ. ഒരിടമുണ്ടാക്കത്തിൽ എന്ന് പറഞ്ഞെടുത്ത് തലമുറയ്ക്ക് ഇടമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ യാക്കോബ് പോയപ്പോൾ ഈ അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലൂടെ കിട്ടിയ വടി കൊണ്ടാണ് പോയി. ഈ ഗോവേണി വഴിയായി ദൂതന്മാർ ഇറങ്ങുമ്പോൾ പറഞ്ഞ സ്വർഗീയ ദൂത് ആ ഇസഹാക്ക് എഴുതിയ താഴോട്ടെഴുതി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. എഴുതിയപ്പോൾ എഴുതി,
നീ പോകുന്ന വഴിയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, കഴിക്കാൻ ആഹാരം തരും, ധരിക്കാൻ വസ്ത്രം തരും, നിന്നെ ഞാൻ ബഹുസമ്പന്നനാക്കും, നിന്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഞാൻ മടക്കി വരുത്തും, നിന്റെ മക്കളുടെ മക്കളെയും നീ കൈവച്ച് അനുഗ്രഹിച്ചിട്ടേ നീ മരിക്കത്തുള്ളെന്ന് ദൈവം പറഞ്ഞത് വടിയെ കുറിച്ച് വെച്ചു. എല്ലാവരും ഉണ്ടോ എൻ്റെ കൂടെ? ഹല്ലേലൂയ. ഇത് പറഞ്ഞ് അവൻ പോയി. കല്യാണം ലാബാന്റെ വീട്ടിൽ ചെന്നു. 2 ഭാര്യ, 2 ദാസി, 12 ആമ്പിള്ളേർ, ഒരു പെങ്കൊച്ച്, എല്ലാമായി ബഹുസമ്പന്നനായി, 2 കൂട്ടം ആടുമാടുകളായി. എല്ലാമായിട്ട് യാക്കോബിനോട് ദൈവം പറഞ്ഞു, ലാബാന്റെ മുഖം വാടിയതുകൊണ്ട് നീ ബേഥേലിൽ ഒന്നുമില്ലാത്തടത്ത് വെളിപ്പെട്ട എന്നെ പോയി ആരാധിക്കാൻ പറഞ്ഞു. ഇവനെ വീട്ടിൽ നിന്നിറങ്ങി ഏശാവിനെ പേടിച്ച് ഓടുമ്പോൾ ചെന്ന് കിടന്നത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹാരാനിൽ ആ സ്ഥലത്ത് ചെന്ന് അവൻ ഒരു കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങി. എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പൻ ഇസഹാക്കിന് വേണ്ടി അല്ലുയ്യ യാഗപീഠം പറഞ്ഞിട്ട് എൻ്റെ അപ്പന് പകരം വെളിപ്പെട്ട പ്രത്യക്ഷപ്പെട്ട ആട്ടുകൂട്ടിയുടെ ചോര ഒഴുകിയ ഒരു കല്ലെടുത്ത് അറിയാതാണെങ്കിലും ഈ മകൻ തലയണയായി വെച്ചു. ഒരു സ്തോത്രം പറയണം. അപ്പൻ്റെ പ്രതിസന്ധിയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കരം ഇവൻ തലവെച്ച് കിടന്ന കല്ലിൽ വെളിപ്പെട്ടപ്പോൾ സ്വർഗം അവന് വേണ്ടി തുറന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് ഈ രാത്രി കേൾക്കണമേ, നേരം വെളുത്തപ്പോൾ ആ രക്തം വീണ കല്ലവൻ നാട്ടി നിർത്തി അമ്മ കൊടുത്ത അഭിഷേകത്തിന്റെ എണ്ണ അതിന്റെ മണ്ടക്കൊടിച്ചു. എന്നിട്ട് അവൻ പറയുകയാണ്, രക്തം വീണ കല്ലിൽ അഭിഷേകത്തിന്റെ എണ്ണ പകർന്ന് ഇത് ദൈവത്തിന്റെ ആലയമാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിക്കണം. യേശു ക്രിസ്തുവിന്റെ രക്തം വീണെടുത്ത് ആത്മാവിന്റെ അഭിഷേകം വ്യാപരിച്ചാൽ അത് ദൈവത്തിന്റെ ആലയമാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഇത് ഡെയ്സ് ബൈബിളിൽ നിന്നൊന്നും പറയുവല്ല, മാർക്കലെ കമൻട്രി എന്നും പറയുവല്ല, പ്രാർത്ഥനാമുറി എന്ന് പറയുന്ന ദൂത. ഇതല്ല ഏറ്റെടുത്താൽ നിനക്ക് വിടുതല. സ്തോത്രം പറയണം. ഒറ്റപ്പെട്ട് വീട് വിട്ട് മരണഭീതിയിൽ യേശാ പറഞ്ഞ് നിന്നെ കൊല്ലുമെന്ന മരണഭീതിയിൽ വെല്ലുവിളി കേട്ട് ഓടുന്നവന് രാത്രിയിൽ സ്വർഗമിറങ്ങി. ദൈവം ഇറങ്ങാൻ 4 ഭിത്തിയുള്ള ഹോള് വേണ്ട, 16 ഫാൻ വേണ്ട, AC റൂം വേണ്ട. അല്ല, ദൈവം ഇറങ്ങാൻ വാക്തത്വമുള്ളവൻ എവിടെ കിടന്നാലും അവൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രമേ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. അവിടെ ദൈവം ഇറങ്ങി. ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുക കേട്ടോ. പ്രാർത്ഥിച്ചിരുന്നോണം. അങ്ങനെ ബഹുസമ്പന്നനായി മാറിയ ഈ യാക്കോബ് തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് ബേഥേലിൽ ആരാധിക്കാൻ പോവാ. ഇവിടെ ഒന്ന് പറഞ്ഞേ, ദൈവം വെളിപ്പെട്ട ബേഥേൽ. വരുന്ന വഴിക്ക് പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്ന ഉടനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പാമ്പാടിയിൽ നിന്ന് പുറപ്പെടുകയാണ്. കാന സെൻറ്ററിൽ നിന്നാണ് പോയെ. അങ്ങനെ പോയി കോട്ടയം കടന്ന് അദ്ദേഹം നടന്ന് എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് ചെന്നപ്പോൾ ലൂലു മാള്, ഇൻഫോ പാർക്ക്, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഹലോ കിംസ് ഹോസ്പിറ്റല്, ഇതെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് വാ. അപ്പോൾ പുള്ളി വില തിരക്കിയപ്പം വലിയ വിലയില്ല, കയ്യിലുള്ള പൈസയ്ക്ക് മേടിക്കാവുന്ന വസ്തുവും വരെ അവിടെ ഉണ്ട്. പുള്ളി അവിടെ വസ്തുവും വരെ മേടിച്ച് കുറച്ചാൾ അവിടെ താമസിച്ചു. പറഞ്ഞത് ബേഥേലിൽ ആരാധിക്കാൻ പോകാമെന്ന, പക്ഷേ ശേഖേം വന്ന് പുള്ളി താമസിച്ചു. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? എറണാകുളം എന്നൊന്നും പറഞ്ഞ ബൈബിളിലില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതാ. പുള്ളി വന്ന വരവ് ശേഖേമി വന്ന് എന്ത് ചെയ്തു? താമസിച്ചു. താമസിച്ച രാത്രി വൈകിട്ട് കൊച്ചു പറഞ്ഞു, പപ്പ ഞാൻ ലൂലു സെൻ്ററിൽ നിന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇത് കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. പിന്നെ പപ്പ പറഞ്ഞു, പോ മോളെ. എന്നാൽ പിന്നെ ആങ്ങളമാർ 12 തടിമാടന്മാരായിട്ട് നിൽക്കുകയല്ലേ, ഒരുത്തനെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞില്ല. കൊച്ചു തന്നെ അങ്ങ് പോയി. ഹലോ, മിണ്ടുന്നില്ല, കൈപൊക്കമൊന്നും വേണ്ട. കൊച്ചു തന്നെ അങ്ങ് പോയി. ആ പോക്ക് കൊച്ചു തിരിച്ചു വന്നില്ല. തിരക്കിപ്പോയി 2 ആങ്ങളമാർ, ശിമയോനും ലേവി. അമ്മമാർ പോയി വെച്ച് കൊണ്ടുപോയവന്മാരെല്ലാം കൂടെ രാത്രി കൊന്നു. നേരം വെളുത്തപ്പോൾ അപ്പൻ്റെ മുഖത്ത് കട്ടനിട്ടുള്ള ഫോട്ടോ വന്നു പത്രത്തിനകത്ത്. ഇത് മെഷർപ്പ് ഉടയ്ക്കാൻ കൊടുത്ത സാധനമാണ്. പക്ഷേ ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ പുള്ളി ഇങ്ങനെ നിൽക്കുക. ഹലോ, മൊത്തം അന്തരീക്ഷവും പോയി. മഴ പെയ്ത് പറന്ന പോലായി. എൻ്റെ കുഞ്ഞേ, നിനക്ക് ഭയങ്കര ഗമയല്ലേ? 12 ആമ്പിള്ളാർ, ഒരു പെങ്കൊച്ച്, 2 കൂട്ടം ആടുമാടുകളെ, ഒരു വടിയും കൊണ്ട് പോയതാ. എന്നെ ഇത്രയൊക്കെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞവൻ്റെ തല കുനിയാൻ ഒറ്റ രാത്രി മതി. സ്തോത്രം പറയണം. ആരാധിക്കാൻ ഇറങ്ങിയോൻ ആരാധിച്ചോണം.
നീ ഇടയ്ക്ക് ശേഖയും കണ്ട ഉടനെ അവിടെ 10 സ്ഥലം ഒരു ഫ്ലാറ്റും മേടിച്ച് നിന്നാൽ തമ്പുരാൻ കൈകാര്യം ചെയ്യും. മനസ്സിലാകുന്ന ഒരു മൗനമായിരിക്കരുത്. ആ രാത്രി യാക്കോബിന്റെ തല കുനിഞ്ഞു. എൻ്റെ ദൈവദാസ, തല കുനിയാനൊക്കെ അല്പസമയം മതി കേട്ടോ. സ്തോത്രം. മറ്റേ പുള്ളിക്ക് ഭയങ്കര ഗമയായിരുന്നു. മൂത്തവൻ ബിടെക്, മറ്റവൻ എംടെക്, കൊച്ച് BSc കഴിഞ്ഞ് MSc എഴുതിക്കൊണ്ടിരിക്കുന്നു. ആ ചെറുക്കൻ OET, മറ്റേ IELTS. എന്തോ ഒരു ജാടയാ. ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് ചെറുക്കൻ കൊലക്കേസിൽ പ്രതി, മറ്റേ ചെറുക്കൻ കൊലക്കേസിൽ പ്രതി, കൊച്ച് വ്യഭിചാരിയായിട്ട് പോയി, അപ്പം തലയും കുടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം. നിങ്ങളിപ്പോൾ പറയാം ആ പുള്ളി വന്നപ്പം വലിയ കുഴപ്പമില്ലാതെ ഒരുമാതിരി പരുവത്തിൽ പോയത്. ഇപ്പം നമ്മൾ ഒടുവിൽ കൊണ്ട് പഠിക്കെ കൊണ്ട് കുടവിട്ട്, ഹലോ, ഒന്നും ഉടക്കത്തിൽ ഇന്ന് രാത്രി കെട്ടഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പം ഈ മഴയും പിടി ധൃതി വീട്ടിൽ പോയിട്ട് എന്നെ സാധിക്കാനാ? നമുക്കൊരു 10 മിനിറ്റ് വചനം കേട്ടു സന്തോഷമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ബോറടിക്കാത്തവരെല്ലാം നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ പിള്ളേർ പറഞ്ഞു ആടിനെ തീറ്റിട്ട് വരാം. എന്നാൽ പോയി തീറ്റിട്ട് വരാൻ പറഞ്ഞു. കൊച്ച് ലൂലു സെൻ്ററിൽ പോയി 10 ആൺപിള്ളേർ ആടിനെ തീറ്റാനും പോയി. സ്തോത്രം. ഈ ആടിനെ തീറ്റാൻ പോയ ആ സമയത്ത് ഇവന്മാരുടെ ഈ മൊബൈലും ഇല്ല, വാട്സപ്പും ഇല്ല, മെസ്സേജും ഇല്ല, എവിടെയാണെന്നൊരു പിടിയില്ല. അപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ചെറുക്കനുണ്ട്. അമ്മയില്ലാത്തതുകൊണ്ട് ഇളയ ചെറുക്കനെയും പോറ്റി അവൻ അവിടെ വീട്ടിൽ കഴിയുക. അവൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ദർശനങ്ങൾ കാണും. അല്ലെങ്കിൽ അവൻ ഈ ചൈനയുടെ ഈ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, മിണ്ടുന്നില്ല. കൊച്ചു കരയാതിരിക്കാൻ വേണ്ടി ബെന്യാമീനെ കാർട്ടൂണും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. യോസഫ് ബെന്യാമിനെയും പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ പറയണം. നീ ഇപ്പം രക്ഷപ്പെടുന്ന കാർട്ടൂൺ ഉള്ളത് കൊണ്ടാണല്ലോ. എന്നിട്ട് ഹോളിനകത്ത് വന്ന് നീ ഒരു കാർട്ടൂൺ പോട്ടിരിക്കുകയാണല്ലോ. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനി ഒരു ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം. യാക്കോബ് പറഞ്ഞു, മോനെ അവന്മാർ പോയിട്ട് കുറേ ദിവസമാണ്, ഒരു വിവരവും ഇല്ല, നീ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആ പോക്കിൽ അവന്മാർ വസ്ത്രവും അടിച്ചു മാറ്റി, പൊട്ടക്കണ്ടി ഇട്ട് വലിച്ചു കയറ്റി 20 കാശിന് വിറ്റ് ആ പോക്ക് പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ പോയി കൈലി ഉണ്ടായിരുന്ന വലിച്ചു പറിച്ച് കാരാഗ്രഹത്തിൽ ഒരു 13 വർഷം കിടന്നു. സ്തോത്രം. 13 വർഷം കഴിഞ്ഞ് ഇസ്രായേലിലെ മന്ത്രിയായി, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്ററായി കഴിഞ്ഞ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. ക്ഷാമകാലം കഴിഞ്ഞപ്പോൾ വലിയ ഞെരുക്കം യാക്കോബിൻ്റെ വീട്ടിൽ, ഭൂതലത്തിലെല്ലാം ക്ഷാമമായി. ഉടനെ പിള്ളേർ പറഞ്ഞു, അപ്പച്ചാ മിസ്രൈമിൽ ധാന്യമുണ്ട്, ഞങ്ങൾ പോയി മേടിക്കട്ടെ. അവർ മേടിക്കാൻ പോയിട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്ക് ശീമോനെ അവിടെ ബന്ധിക്കപ്പെട്ടു. അവനെ കരുതൽ തടങ്കലിലാക്കി. 10 പേരാ പോയത്, 9 പേരെ തിരിച്ചു വന്നുള്ളൂ. 9 പേരും കൂടെ പാതി വഴി വെച്ച് കെട്ടടിച്ചു. നമ്മുടെ ശരി സ്വഭാവമാണ്. പാതി വഴി സഭായോഗം കഴിഞ്ഞ് പോകുന്ന പോക്കിൽ നാരങ്ങ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ കടയിൽ കേട്ട് പറയും, അയാൾ ഇന്ന് ആ പ്രസംഗിച്ച മുഴുവൻ എനിക്കിട്ട് വെച്ചതാ എന്ന് പറഞ്ഞ് പൊതി അഴിക്കും. ഹലോ, ഉണ്ടെന്നില്ല. ഇവന്മാരും വഴി വെച്ച് എന്തോ അഴിച്ചു? പൊതി അഴിച്ചപ്പോൾ പൊതിക്കകത്ത് കാശിരിക്കുന്നു. ഇവന്മാർ ഞെട്ടിപ്പോയി. പോലീസ് പുറകെ വരുന്നുള്ള പേടിയിൽ വീട്ടിൽ പോയി. ഇപ്പം വീട്ടിലിരിക്കുന്ന 9 കരി ഫോറിനരിയാണ്. പക്ഷേ ഫോറിനരിയാണെങ്കിലും കഴിക്കുമ്പോൾ വൈകിട്ടൊരു കൊളുത്തിപ്പിടുത്തം. കാരണം പോലീസ് വരുന്നുള്ള പേടിയാണ്. മനസ്സിലാകുന്നുണ്ടേ? എടാ, തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് സ്വന്തം സഹോദരനെ പൊട്ടക്കല്ലിൽ ഇട്ടും വെച്ച് ഫോറിനരി വീട്ടിൽ കയറിയാലും സമാധാനത്തിൽ കഴിക്കാനൊക്കത്തില്ല. മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ പറയണം കേട്ടോ. നിന്റെ ഈ തട്ടിപ്പും കൊണ്ടല്ലേ ഫോറിനരി കയറിയേക്കുന്നത്. വിവരം നീ അറിയും, ശ്രദ്ധിച്ചേ. അത് കഴിഞ്ഞ് പറഞ്ഞു, അപ്പച്ച ശിമിയോനെ അവിടെ കരുതൽ തടങ്കലിലാണ്, ഞങ്ങൾ തട്ടിപ്പുകാരാന്നൊക്കെയാണ് ആ പ്രധാനമന്ത്രി ധരിച്ചേക്കുന്നത്. ഇനിയും അരി വേണമെങ്കിൽ ബെന്യാമിനെ കൊണ്ടുപോകണം. യാക്കോബ് പറഞ്ഞു, തരുന്ന പ്രശ്നമില്ല. ഇപ്പം യാക്കോബ് എന്നും രാവിലെ കരച്ചില്ല, നമ്മൾ കരയുന്നതിൻ്റെ കൂട്ട്. ഹല്ലേലൂയ. എൻ്റെ മകൻ യോസഫ് പോയി, ബെന്യാമീനും പോയി, ഞാൻ മരിക്കും, ഞാൻ മരിച്ചിട്ട് പാതാളത്തിൽ ചെല്ലും, പാതാളത്തിൽ ചെന്നിട്ട് എൻ്റെ മകൻ യോസഫിനെ ഞാൻ പാതാളത്തിൽ ചെന്ന് കാണും എന്നെല്ലാം പറഞ്ഞ് ഈ മനുഷ്യൻ എന്നും രാവിലെ പാതാളത്തിൽ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് അവസാനം വിശപ്പ് കൂടിയപ്പോൾ പറഞ്ഞു, ബെന്യാമിനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഏതപ്പൻ്റെയും തീരുമാനം വിശപ്പ് കൂടുമ്പോൾ മാറും. സ്തോത്രം. കഠിനമായ തീരുമാനം ബെന്യാമിനെ വിടത്തില്ലെന്ന്. പക്ഷേ അടിവയറ്റ് തീ കത്തിയപ്പോൾ അപ്പം പറഞ്ഞു, ബെന്യാമിനെ കൊണ്ടുപോയി, അരി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അരി മേടിക്കാൻ പോയി. അവിടെ ചെന്ന് ബെന്യാമിനെ കണ്ടപ്പോൾ യോസഫ് പരിസരം മറന്ന് ഒരൊറ്റ കരച്ചിലും കരഞ്ഞു. അത് ഫറവോന്റെ കൊട്ടാരം വരെ കേട്ടു. ഇപ്പം കരഞ്ഞത് സങ്കടം കൊണ്ടല്ല. ഹല്ലേലൂയ. 17 വയസ്സുള്ളപ്പോൾ ആ പ്രാർത്ഥനാ മുറി ഇരിക്കുമ്പോൾ 11 കറ്റകളും കൂടെ ഇവന്റെ കറ്റയെ നമസ്കരിക്കുന്ന വെളിപ്പാട് കൺമുമ്പിൽ നിവർത്തിക്കപ്പെട്ടത് കണ്ടപ്പോൾ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവൻ അലറിക്കരഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ജോസഫ് തന്നെ വെളിപ്പെടുത്തി. ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, ഞാൻ ജോസഫാണ്. ഇവർക്ക് സന്തോഷമായി. വീണ്ടും
ധാന്യം കൊടുത്തു വിട്ടു. ധാന്യം കൊണ്ട് പോകുന്ന വഴിക്ക് പാതി വഴിയിൽ ഇവന്മാർ പിന്നെയും ചാക്കടിച്ചു. അത് ഇവരുടെ ഒരു സ്വഭാവമാണ്. പാതി വഴിയിൽ എന്ത് ചെയ്തു? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ചാക്കടിച്ചു. അടിച്ചപ്പോൾ തേണ്ട പ്രധാനമന്ത്രിയുടെ പാനപാത്രത്തോടെ ഇതിനകത്തിരിക്കുക. പണ്ട് പുലി വരുന്നേ പറഞ്ഞതേ ഉള്ളൂ. ഇത് പോലീസ് വരുന്ന ഓർത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ പോലീസ് വന്നു. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അരിമേടിക്കാൻ പോയവനെ അറസ്റ്റ് ചെയ്ത് ബെന്യാമിനെ കൂടെ കൊണ്ടുപോയി. ഇപ്പം ശിമയോനകത്ത്, ബെന്യാമീനകത്ത്, ജോസഫില്ല. സ്തോത്രം. 12 മക്കളുമായി ഗെമേ വന്ന പെങ്കൊച്ച് പോയി. ഇപ്പം എത്ര പിള്ളേരായി? എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. പിള്ളേർ വന്ന് പറഞ്ഞ, അപ്പച്ച നമ്മുടെ ജോസഫ് ജീവിച്ചിരിക്കുന്നു. അവർ ചോദിച്ചു, എവിടെ? മിസ്രൈമിൽ. അവൻ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. ഓ, യാക്കോബ് സത്യമാണോ? അതെ, ഞങ്ങൾ അവനെ കണ്ടു. അവനെ ഈ അരിതൊന്നും വിട്ടേക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. അപ്പം യാക്കോബ് പറച്ചിൽ മാറ്റി, ഞാൻ പോകും, ഞാൻ മിസ്രൈമിൽ പോകും. മിസ്രൈമിൽ ചെന്ന് യോസഫിനെ കാണും. ഇന്നലെ വരെ ഈ വല്യപ്പൻ പറഞ്ഞത് ഞാൻ പാതാളത്തിൽ പോകുന്ന. എല്ലാവരും എൻ്റെ കൂടെ ആണേ? സ്തോത്രം. ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ പറഞ്ഞ് ഞാൻ പാതാളത്തിൽ പോയി ജീവിക്കേണ്ട കാര്യമില്ല, ചത്താ മതിയായിരുന്നു, ആരെയും വിഷമിപ്പിക്കാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ പുള്ളി ഇപ്പം പറയുകയാണ്, ഞാൻ ചാകത്തില്ല, ഞാൻ മിസ്രൈമിൽ പോകും, മിസ്രൈമിൽ ചെന്ന് എൻ്റെ മോനെ കാണും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യോസഫിൻ്റെ രഥം വന്നു, അപ്പന് ചൈതന്യം വന്നു. അപ്പനെ കയറ്റിക്കൊണ്ട് മിസ്രൈമിലേക്ക് 70 പേരുമായിട്ട് ആ രഥം യാത്ര ചെയ്തു. അവിടെ ചെന്ന് ഫറവോൻ ഇറങ്ങി വന്നു യാക്കോബിനെ കാണാൻ. സ്തോത്രം പറയണം. ഹല്ലേലൂയ. യാബോക്കി മല്ല് പിടിച്ച് ജയിച്ച യാക്കോബിനെ തമ്പുരാൻ പ്രശ്നം മാറ്റിയില്ല. ഏശാവാ പ്രശ്നം മാറ്റിയില്ല, പേര് മാറ്റി. ഏശാവ് വരുന്ന യാക്കോബിനെ കൈകാര്യം ചെയ്യാനാ. യാക്കോബിന് വരുന്നതിന് മുമ്പേ തമ്പുരാൻ യാക്കോബിനെ ഇസ്രായേലാക്കി. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം മാറ്റിയില്ലെങ്കിലും പേര് മാറ്റിയാണെങ്കിലും നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. ആ യാക്കോബ് വാസ്തവത്തിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി പ്രൈം മിനിസ്റ്ററെ കാണണ്ടേ, ഈ ഫറവോനെ കാണണ്ടേ? കാരണം ഈജിപ്ത്യൻ സാമ്രാജ്യത്തിൻ്റെ ഉടമനാ. പക്ഷേ സാമ്രാജ്യത്തിൻ്റെ അധിപൻ യാക്കോബിനെ കാണാൻ ഇറങ്ങി വന്നിട, കുഞ്ഞെ മല്ല് പിടിച്ച് ജയിച്ചവൻ അങ്ങോട്ട് പോകണ്ട, എല്ലാം ഇങ്ങോട്ട് വരും. സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ അപ്പോയിൻമെൻ്റ് എടുത്തൊന്നും പുറകെ പോകണ്ട, നിന്നെ കാണാൻ ഫറവോൻ ഇറങ്ങി വരും. ഫറവോൻ കണ്ടപ്പോൾ ഈ നല്ല താടി, നല്ല മുടി, ഈ കുഴിഞ്ഞ കണ്ണുകളാണെങ്കിലും മുഖത്ത് ഭയങ്കര തേജസ്. കാരണം ആ വീട് വിട്ട് ഓടിപ്പോയപ്പോൾ കാരാനി വെച്ച് കണ്ടപ്പം വെളിപ്പെട്ട തേജസ്, ഇപ്പം യാവോക്കി വെച്ച് കണ്ട തേജസ് എല്ലാം കൂടി ഈ വന്യ വയോധികൻ്റെ മുഖത്തുണ്ട്. വയസ്സ് 130 ഉണ്ടെങ്കിലും മുഖം നല്ല ഗ്ലാമർ. ഹല്ലേലൂയ പറഞ്ഞേ. ആ തേജസ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഉടനെ ഈ ഫറവോൻ ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞാൽ യാക്കോബ് എത്ര വയസ്സായി? ഉടനെ ന്യായമായിട്ട് 12, 5, 59 64 വല്ലതും പറഞ്ഞാൽ മതി. പക്ഷെ ഈ പുള്ളിക്കാരൻ പറയണം, എൻ്റെ മരുഭൂ പ്രയാണത്തിൻ്റെ കാലം ഇപ്പോൾ ആകെ 130 സംവത്സരമായി. അത് ഭയങ്കര കഷ്ടവും പ്രയാസവുമായിരുന്നു. പക്ഷേ എൻ്റെ പിതാക്കന്മാരോളമായിട്ടിരുന്നു. നോക്കിയേ, കഴിഞ്ഞ 10-20 വർഷം പുള്ളി ചാകും എന്ന് പറഞ്ഞു. ഇപ്പം പറയുകയാണ്, ഞാൻ ഉടനെ എങ്കിലും ചാകത്തില്ല, എൻ്റെ പിതാക്കന്മാരോളമായിട്ടില്ല. ഇന്ന് രാത്രി ദൂത് കേൾക്കുമ്പോൾ നിൻ്റെ അകത്തെ മനുഷ്യൻ പ്രത്യാശ കൊണ്ട് നിറയണം. നിരാശ മുഴുവൻ നീ ആട്ടി പുറത്താക്കണം. ഹല്ലേലൂയ. യാക്കോബ് പറയാം, ഞാനിപ്പോഴെങ്കിലും മരിക്കത്തില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിതാക്കന്മാർ അത്ര ആയുസ് എനിക്കായിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ബെന്തിക്കോസുകാരൻ്റെ വായിന്ന് ചാകുന്നുള്ള വാക്ക് വരല്. നീ പറ, എന്റെ സ്വർഗം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചിട്ടല്ലാതെ. പിന്നെ ഈ മനുഷ്യൻ ഒരു 17 വർഷം കൂടെ ജീവിച്ചു. ഇപ്പൊ യാക്കോബിന് 147 വയസ്സ്. 147 വയസ്സായ ഉടനെ അവിടുത്തെ കിംസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞ, അപ്പച്ചാ ചാകാൻ പോവാണ് എന്നല്ല, പിള്ളേരെ എല്ലാം അറിയിച്ചോ എന്നുമല്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ മരണകാലം അവനറിയാം. സ്തോത്രം പറഞ്ഞില്ല. ബാത്റൂമിൽ കയറിയപ്പോൾ തെറ്റി വീണ് ക്ലോസറ്റ് തലയടിച്ച് ഒരു സൈഡ് പാരലൈസായി, അങ്ങനെയൊന്നും ചാകുമല്ല. ദേഹത്തൂടെ 36 പ്ലാസ്റ്റിക്കും കുത്തി കയറ്റിയിട്ട് 2 വാനിറ്റി ബാഗും തൂക്കിയിട്ട് 2 കൈ കട്ടിലിൻ്റെ അങ്ങേ സൈഡ് വലിച്ചു കെട്ടി, കാല് കാക്കലും വലിച്ചു കെട്ടി, പിള്ളേരെ ചീത്ത വിളിക്കാതിരിക്കാൻ വായി തുണിയും കയറ്റി, അങ്ങനെയൊന്നും അല്ല ചാകുന്നത്. മിണ്ടുന്നില്ല. എടാ, നല്ല മരണം കിട്ടാനും വിശ്വാസി പ്രാർത്ഥിക്കണം. എല്ലാ ദൈവദാസന്മാരും കൊണ്ട് പറയുക, ഡീസൻ്റായിട്ട് നീണ്ടു വെറുതെ കിടന്ന് പിള്ളേരെയും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് അനുഗ്രഹിച്ചിട്ട്, മക്കളെ ഞാൻ മരിക്കാൻ പോവാ, പ്രത്യാശയുടെ പാട്ട് പാടണം, ദൂത സംഘമാകവേ ഹല്ലേലൂയ എന്നെ എതിരേൽക്കാൻ എന്നുള്ള പാട്ട് പാടണം, പാടിക്കൊണ്ടെങ്കിൽ മരിക്കണം. നിങ്ങളുടെ അന്തരീക്ഷം പോയി.
നീ മരിക്കാൻ ഒരുങ്ങിയില്ല, പെട്ടി അവിടെ അവന്മാർ റെഡിയാക്കി വെച്ചേക്കുക. കഴിഞ്ഞ 32ാമത്തെ കൺവെൻഷൻ വന്നപ്പോഴേ പുറകെ നിന്റെ അളവെടുത്തിട്ട് അവൻ പോയെ. എൻ്റെ ആരും ഇവരറിഞ്ഞില്ല. ഇവർ സ്വോത്രയാഴ്ചയ്ക്ക് എഴുന്നേറ്റ് ചെന്നപ്പോൾ അവൻ കറക്റ്റ് നീളം 5 അടി 3 ഇഞ്ച് 48 ഇഞ്ച് നെഞ്ചു വിരിവ് ആ പെട്ടി ഉണ്ടാക്കി അവൻ വെച്ചേക്കുക. നീ ചെന്നാൽ മതി, അളവെടുത്ത് വെച്ചേക്കുക. ഹലോ, പേടിയില്ലല്ലോ അല്ലേ? പിന്നെ ഇരിപ്പ് കണ്ട അറിയാമല്ലോ. സ്തോത്രം. 147 വയസ്സായ അപ്പച്ചൻ പറഞ്ഞു, രൂബേൻ, ശിമയോൻ, ലേവി, ഗാദ്, നഫ്താലി, ഹലോ, എല്ലാവരും വന്ന് ലൈൻ നിൽക്കാൻ പറഞ്ഞു. ഉടനെ പ്രൈം മിനിസ്റ്റർ വന്ന് എനിക്ക് തിരക്കാ, നവകേരളം നടന്നുകൊണ്ടിരിക്കുക, ഞാൻ അധ്യക്ഷൻ, അതുകൊണ്ട് എനിക്ക് ഇന്ന് മീറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് പുള്ളി പോയില്ല. പുള്ളി 11ാമത് നിന്നോണം. പ്രൈം മിനിസ്റ്ററൊക്കെ വീട്ടിൽ അങ്ങ് ഓഫീസിൽ. ഇവിടെ അപ്പനാ പ്രൈം മിനിസ്റ്റർ, മിണ്ടുന്നില്ല. ഞാൻ IAS IPS ആണെന്ന് പറഞ്ഞൊന്ന് സ്റ്റാറും കൊണ്ട് നിൽക്കാനാകത്തില്ല. അവൻ 11ാമത് നിന്നോണം. രൂപ വേണം പിന്നെ നിൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിലെ പ്രൈം മിനിസ്റ്റർ ആരാ? പറ അമ്മമ്മമാര്. വീട്ടിലെ പ്രൈം മിനിസ്റ്റർ അപ്പനാ. ചെറുക്കനാ സ്ഥാനവും ജോലിയൊക്കെ, പക്ഷെ വീട്ടിലെ പ്രൈം മിനിസ്റ്റർ അപ്പനാ. ക്യൂ നിന്നോണം. 11ാമത് വിളിക്കുമ്പോഴേ യോസഫ് മുന്നോട്ട് കയറാവൂ. അതുവരെ വേറെ ആമ്പിള്ളേർ നിൽക്കുക. അങ്ങനെ രൂപേനെ അനുഗ്രഹിച്ച്, ശിമിയോനെ അനുഗ്രഹിച്ച്, ലേവിയെ അനുഗ്രഹിച്ച്, ഗാദിനെ അനുഗ്രഹിച്ച്, നഫ്താലി അനുഗ്രഹിച്ച്, ഇങ്ങനെ അനുഗ്രഹിച്ച് ജോസഫിൻ്റെ അടുക്ക വന്നപ്പോൾ അപ്പച്ചൻ ചോദിച്ചാൽ നിന്റെ കൂടെ നിൽക്കുന്ന ഈ 2 ആമ്പിള്ളേരേതാ? സ്തോത്രം. അപ്പം അവന്മാരും വന്നിട്ട് പാവലിച്ച് കീറുകയൊന്നുമല്ല. സ്തോത്രം. വേദോത്സവത്തിൻ്റെ പേപ്പർ കീറി പായുടെ കീഴെ കയറ്റി വെക്കുകയൊന്നുമല്ല. അവന്മാരിങ്ങനെ ചപ്പനെടുക്കൽ ഈ അനുഗ്രഹമല്ല കെട്ടുകൊണ്ട് നിൽക്കുക. നിപ്പ് കണ്ടാൽ അറിയാമല്ലോ ആരുടെ പിള്ളേരാണ്. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇവിടെ പാസ് ചൂരലും കൊണ്ട് നിൽക്കും ഇവൻ പാവലിച്ച് കീറാതിരിക്കാനായിട്ട്. ഹല്ലേലൂയ. പക്ഷേ ഈ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന 2 പിള്ളേരെ കണ്ടപ്പോൾ ചോദിച്ചു, എടാ ഇവന്മാരാരാ? ഉടനെ പറഞ്ഞു, എൻ്റെ കഷ്ടതയിൽ എൻ്റെ ദൈവം എനിക്ക് മിസ്രൈമി വെച്ച് തന്ന 2 കുഞ്ഞുങ്ങളാണ്. ഇത് എബ്രീം, ഇത് മനശ. അപ്പന് ഇഷ്ടമായി. ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. വിട്ട് അവൻ്റെ അടുക്കൽ വിളിച്ചിട്ട് എൻ്റെ കാലിനിടയ്ക്ക് ഇവിടെ ചേർത്ത് നിർത്തി. എല്ലാവരും ഇവിടെയാണോ? യാബോക്ക് മുട്ടുമടക്കി തഴമ്പുള്ള കാലിൻ്റെ ഇടയ്ക്കോട്ട് അടുത്ത തലമുറയെ ചേർത്ത് നിർത്തിയിട്ട് ഹല്ലേലൂയ ഈ യാക്കോബ് വിറയ്ക്കുന്ന 147കാരൻ്റെ കൈ പിണച്ചെടുത്ത് പിള്ളേരുടെ തലയിലോട്ട് വെച്ചിട്ട് പറഞ്ഞു, മോനെ തോട്ടമൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല, ഇന്നോവ കാറും തരാനില്ല, പക്ഷെ ക്രൂശ് ഞാൻ കൈമാറുക. മനസ്സിലാകുന്നുണ്ടോ? തലമുറയ്ക്ക് ക്രൂശ് കൈ. ഇന്ന് രാത്രി നീ നല്ലപോലെ ദൈവത്തെ ആരാധിക്കണം. ഒന്നും കൊടുക്കാനില്ലെങ്കിലും നിന്റെ തലമുറയ്ക്ക് ക്രൂശ് ഈ രാത്രി കൈമാറാൻ കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന മുഴുവൻ മാതാപിതാക്കൾ ഈ രാത്രി ദൈവത്തെ കരമടിച്ച് ആരാധിക്കണം. ഓ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഈ പിള്ളേരെ എല്ലാം അനുഗ്രഹിച്ചിട്ട് താൻ ആ കൈയിരിക്കുന്ന വടി ഇങ്ങനെ പൊക്കിയൊന്ന് നോക്കി, ഇനി എന്തെങ്കിലും നിവർത്തിക്കാനുണ്ടോ നോക്കിയപ്പോൾ ഏറ്റവും അടിയിലെഴുതി പുഷ്ടോപ്പ് ഇട്ടേക്കുന്നത്, നിന്റെ മക്കളെയും നീ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ടേ പിതാക്കന്മാരോട് ചേരത്തുള്ളൂ. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും നിന്റെയും ദൈവമാ എന്ന് എഴുതി ആമീൻ പറഞ്ഞ വാക്ക് കണ്ടു. അതിലോട്ടൊരു ചുംബനം കൊടുത്തു. സ്വതന്ത്രം പറഞ്ഞേ, വടിയുടെ അറ്റത്തോട്ട് ചുംബിച്ചു. മനസ്സിലാകുന്നുണ്ടോ? തന്നോട് പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടവൻ വടിയുടെ അറ്റത്ത് ചാരി. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന മുഴുവൻ പേരും ദൈവത്തെ ആരാധിക്കണം. നിന്റെ കുടുംബത്തോട് പറഞ്ഞ, നിന്റെ തലമുറയോട് പറഞ്ഞ, നിന്റെ മിനിസ്ട്രിയോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഇന്ന് രാത്രി നിവർത്തിച്ചു തരുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഏറ്റെടുക്കുന്നവർ ചേർന്ന് ശക്തിയോടെ ആ കരമൊന്നടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച് അവൻ വടിയുടെ അറ്റച്ചാരി. പുതിയ നിയമത്തിന്റെ വെളിപ്പാട് കിട്ടിയ പൗലോസ് വിശുദ്ധന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ താൻ എഴുതുകയാണ്, വിശ്വാസത്താൽ യാക്കോബ് തന്റെ മരണകാലത്തിങ്കൽ തൻ്റെ മക്കളെ മുഴുവൻ അനുഗ്രഹിച്ച അനന്തരം യോസഫിൻ്റെയും 2 മക്കളെ അനുഗ്രഹിച്ച ശേഷം വടിയുടെ അറ്റത്ത് ചാരി. ഹലോ. എന്നിട്ട് ആ കട്ടിലിരുന്നുകൊണ്ട് പിള്ളേർ കാങ്കി ഒരൊറ്റ ആരാധന നമസ്കരിച്ചെന്ന മലയാളത്തിൽ ഒരു ഭയങ്കര വർഷിപ്പ്. 147കാരൻ്റെ ആരാധന. നമ്മുടെ വീട്ടിൽ വായിക്കോട്ടായും വിട്ട് കോട്ടുവായും വിട്ട് ഈടപ്പം നിർത്തുമെന്ന് പറഞ്ഞിരിക്കുകയല്ലായിരുന്നു. അവൻ ആ 147ാമത്തെ വയസ്സിൽ ഒരൊറ്റ ആരാധന കട്ടിലിരുന്ന് ഒരു സ്വോത്രം പറഞ്ഞ് പിള്ളേർ 12 കാങ്ക്, കൊച്ചുമക്കൾ കാങ്ക്, ഈ വല്യപ്പൻ വടിയെ ചാരി ഒറ്റ ആരാധന ആരാധിച്ചിട്ട്
പിള്ളേര് കാല് വാരുന്നതിന് മുമ്പേ തന്നെത്താൻ കാലെടുത്ത് കട്ടിലേ വെച്ചു. ഹലോ, മിണ്ടിയില്ല. പിള്ളേര് കാല് വാരുന്നതിന് മുമ്പേ തന്നെത്താൻ കാലെടുത്ത് കട്ടിലേ വെച്ചിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. ഓ, വലിയ ആലയം പണിതാ. ഏറ്റവും വലിയ പുള്ളിയുടെ 40 വർഷം ഇസ്രായേൽ ഭരിച്ച പുള്ളിയുടെ പേരെഴുതിയില്ലേലും വടിയ ചാരി അവൻ്റെ പേരെഴുതി. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി നിന്നെ ചരിത്രമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പുസ്തകമെടുത്ത് ആരെയും ഇന്ന് വരെ തകർക്കാത്തൊരു ദൈവം നിന്നെ, നിന്റെ കുടുംബത്തെ ആദരിക്കാൻ മതിയായവനാ. ഏറ്റെടുക്കുന്നവരെല്ലാം ഇന്ന് രാത്രി പറ, എന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്, എൻ്റെ വാഗ്ദത്തം നിറവേറുന്നൊരു ദിവസമുണ്ട്. എൻ്റെ വാഗ്ദത്തം നിറവേറിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ പിതാക്കന്മാരോട് ചേരത്തുള്ളെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രായം മറന്ന് ഈ രാത്രിയിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഓ ജീവര മനഗ രഗദ റൗഡേ റിബലേ ഹർത്തേ മനഗ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ പോരുകൾ അഴിയട്ടെ, എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ അഴിയട്ടെ, എല്ലാ അന്ധകാര ശക്തികൾ അഴിയട്ടെ. ജനം ഈ രാത്രി അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. ഹലോ, ഞാൻ നാളെ ഞായറാഴ്ച ആയതുകൊണ്ടും പ്രഭാത ആരാധന ഞങ്ങൾക്കുള്ളതുകൊണ്ടും നിങ്ങളെ ബഹുമാനിച്ച് മെസ്സേജ് ഇവിടെ അങ്ങ് നിർത്തുക, പവർ ബ്രേക്ക് ഇട്ട് നിർത്തുക. ദൂത് തീർന്നിട്ടല്ല, നിങ്ങൾക്ക് പാന്ത്രതയാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. വിശ്വാസത്താൽ നിന്നോട് പറഞ്ഞത്, നിന്റെ കുടുംബത്തോട് പറഞ്ഞത്, നിന്റെ തലമുറയോട് പറഞ്ഞത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ ഞാൻ എൻ്റെ പിതാക്കന്മാരോട് ചേരത്തുള്ളെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മുൻപോട്ട് വന്ന പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലാലു സഹോദരിമാരും ചേർന്ന് നല്ല പ്രത്യാശയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മുൻപോട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൺവെൻഷന് നടക്കേണ്ടത് വലിയ പ്രസംഗമല്ല, വലിയ വിടുതലാണ്. ഇന്ന് രാത്രി നിങ്ങൾ മുൻപോട്ട് വന്നാൽ രോഗി സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, ബന്ധനങ്ങൾ അഴിയും, വഴികൾ തുറക്കും, ഉറവകൾ വെളിപ്പെടും. ഹല്ലേലൂയ, എൻ്റെ യേശു ഇവിടെയുണ്ട്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേൽക്കട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങളുടെ ബാഗും കാശുള്ള പേഴ്സും ഒക്കെ കസാര വെച്ചോ, ആരും എടുക്കത്തില്ല. നിർമ്മല മനസ്സോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നല്ല കർത്താവേ, ഈ നിന്റെ അഭിഷക്തന്മാർക്കായി, അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത ഞങ്ങളുടെ ജനത്തിനായി എളിയവൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ മുടങ്ങിക്കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ, ചില വർഷങ്ങൾ ഒറ്റപ്പെട്ടു പോയ, ചില വർഷങ്ങൾ, നീണ്ട വർഷങ്ങൾ കരഞ്ഞു വിലപിച്ച, ഇനി ഒരിക്കലും കാണത്തില്ലെന്ന് ശത്രു കാതിൽ മന്ത്രിച്ച ചില വിഷയങ്ങൾ കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ നിരാശയുടെ വാക്കുകൾ മാറി പ്രത്യാശയുടെ വാക്കുകൾ അതരം കൊണ്ട് പറയുന്ന ഒരു വലിയ ദൈവകൃപ ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമം ചൊല്ലി നിന്റെ അഭിഷക്ത ഗണത്തെ, കാനം സെന്ററിനെ, ഈ വിശ്വാസ സമൂഹത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ ശക്തിയോടെ.